सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। मूकं करोति वाचालं मङ्गलं यक्षयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। व्यासं वसिष्ठनप्तारं शक्तेः कौतमकल्मषं पराशरात्मकं वन्दे शुभकामन्तमोदिं। व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः। ശ്രീമദ്ഭാഗവതം ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി എന്നാണ് ഭാഗവത് പറയുന്നത്. ഭഗവാന്റെ പ്രത്യക്ഷമായ രൂപം 5000 വർഷങ്ങൾക്ക് മുമ്പ് 125-ലേറെ വർഷക്കാലം അന്നത്തെ ജനങ്ങൾ മാംസക്കണ്ണുകളെ കൊണ്ട് കണ്ടു. ആ ഭഗവാനെ നമുക്ക് കാണാം, കണ്ണുകൊണ്ട് കാണാം. ദ്രഷ്ടും ജ്ഞാതും പ്രവേഷ്ടും ച പരന്തവഹാന്ന് ആ ഭഗവാൻ ഗീതോപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾക്ക് കാണാം, എന്നെ നിങ്ങൾക്ക് അറിയാം, എന്നെ നിങ്ങൾക്ക് അനുഭവിക്കാം, എന്നിൽ പ്രവേശിക്കാം. എങ്ങനെയാ? ഭക്ത്യാ മാം അഭിജാനാമി യാവാന്യശ്ചാസ്മി തത്വതഃ ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തവ. നിഷ്കളങ്കമായ ഭക്തി ഒന്നുണ്ടായാൽ വേഗം ഹൃദയശുദ്ധി ഉണ്ടാവും. ആ ശുദ്ധ ഹൃദയന് ഭഗവാനെ ഏത് ഭാവത്തിലും രൂപത്തിലും വേണമെങ്കിൽ കാണാനും അറിയാനും തൻ്റെ സ്വരൂപമായിട്ട് അറിയാനും അനുഭവിക്കാനും കഴിയും, സാക്ഷാത്കരിക്കാനും കഴിയും. ഭഗവാന്റെ ആ സ്വരൂപത്തെ പ്രതിപാദിക്കുന്നു ഭാഗവതം. ഭഗവതഃ ഇദം ഭാഗവതം. ഭഗവാനെ സംബന്ധിച്ചു ഭഗവാന്റെ സ്വരൂപം എന്താണ്? ഭഗവത് തത്വം എപ്രകാരമുള്ളതാണ്? അത് നേടാൻ പ്രാപിക്കാനുള്ള ഉപായം എന്താണ്? ആ ഭഗവത് സ്വരൂപം അടഞ്ഞ ഭക്തൻ എങ്ങനെയിരിക്കും? അതിന്റെ പ്രയോജനം എന്താണ്? ഇതൊക്കെ ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു. ഭഗവാൻ ഭാഗവതത്തിലെ വേറൊരർത്ഥം ഭാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാ എന്ന് പറഞ്ഞാൽ പ്രകാശം നടത്തുന്നത്. ഭാ പ്രകാശം, ഭാസിക്കുന്നത്. എന്താ പ്രകാശിക്കുന്നത്? ഇവിടെ ലൈറ്റ് പ്രകാശിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കൊക്കെ പ്രകാശമുണ്ട് അല്ലേ? വിളക്കിനും പ്രകാശമുണ്ട്. പക്ഷേ ഇതിനൊക്കെ പ്രകാശം കൊടുക്കേണ്ട ആരും? തസ്യ ഭാസ സർവമിതം വിഭാതി എന്ന് പറയും. തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. സൂര്യന് ഈ ലോകത്തിൽ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കാൻ കഴിയും. പക്ഷേ ഈ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ചിത്സ്വരൂപമായി ബോധസ്വരൂപമായി ലൈറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആയി വ്യാപിക്കുന്ന ഭഗവാനെ, ആത്മസ്വരൂപനെ ഈ സൂര്യന് പ്രകാശിപ്പിക്കാനാണ് കഴിയും. സൂര്യന് പ്രകാശിപ്പിക്കാൻ കഴിയുന്നതിന് അത് സൂര്യന് പ്രകാശം കടമെടുത്തതാണ് ചന്ദ്രൻ. പറ്റൂലയോ? പിന്നെയാണോ ഇടിമിന്നലിന്? പിന്നെയാണോ ഇലക്ട്രിക് ലൈറ്റിന്? വിദ്യുത സാധ്യത. വൈദ്യുതിയുടെ പ്രകാശം പറ്റില്ല, ഇടിമിന്നലിന് പറ്റില്ല. പിന്നെയാണോ ഈ വിളക്കിന്? പിന്നെയാണോ കർപ്പൂരം ഒഴിയുമ്പോൾ നാം കാണിക്കുന്ന ആ പ്രകാശത്തിന്? ഇല്ല. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ ഉള്ളതായിട്ട് അറിയപ്പെടുന്നത്? പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ആ ജ്യോതിസ്, ആത്മജ്യോതിസ് ഉള്ളിലുള്ളത് സസ്യഭാസ, അതിന്റെ പ്രകാശം കൊണ്ടാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത്. പ്രകാശം എന്ന് പറയുമ്പോൾ ലൈറ്റ് അല്ല, ബോധത്താൽ ബോധിക്കപ്പെടാത്ത വരെ ഒരു വസ്തു നമ്മളെ സംബന്ധിച്ച് ആ ആളെ സംബന്ധിച്ചിരിക്കാം. ഒരാൾ വസ്തു ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളതിനെ അറിയണം, ബോധിക്കണം. എവിടെ ബോധിക്കാം? മനസ്സിലാണ് അതിന്റെ ചിന്ത വേണ്ടത്. ആ ചിന്തയെ ആര് പ്രകാശിപ്പിക്കണം? മനസ്സിലൊരു ചിന്ത, ഒരു വസ്തുവിനെ കുറിച്ച് ചിന്ത പൊന്തി ആ ചിന്തയുടെ പുറകിൽ അതിന്റെ സാക്ഷിയായിരിക്കുന്ന ബോധസ്വരൂപിയായ പരമാത്മ ഭഗവാൻ പ്രകാശിപ്പിച്ചിട്ടാണ് നമ്മൾ അറിയണേ അല്ലേ? ലൈറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് ഈ ചിന്തകളെ ഇലുമിനേറ്റ് പ്രകാശിപ്പിക്കുന്നത്. ആ ചിന്തകളെ പ്രകാശിപ്പിക്കാൻ അപ്പുറത്ത് ആ ബോധസ്വരൂപിയായി പ്രഭു ഇല്ലായിരുന്നെങ്കിലോ എങ്ങനെ തസ്യ
ഭാസ അതിന്റെ പ്രകാശത്താൽ അവന്റെ പ്രകാശം അല്ലെങ്കിൽ അവന്റെ പ്രകാശത്താലാണ് കാണാനെല്ലാം പ്രകാശിക്കുന്നത്. മീൻസ് ഉള്ളതായിരിക്കുന്നത്, അതിന് ഉണ്മ അസ്തിത്വം കൊടുക്കുന്നതല്ല. അതാണ് നമ്മൾ ആരാധന ചെയ്യുമ്പോൾ, ഭഗവാനെ ആരാധന ചെയ്യുമ്പോൾ ഒഴിയുമ്പോൾ ചരണമന്ത്രം. അതാണ് ഭഗവാൻ. ഈ പ്രപഞ്ചം മുഴുവനും ആ ഭഗവാനാണുള്ളതായിരിക്കുന്നു. അപ്പോ ആ ഭഗവാൻ ഭാസിക്കുന്ന പ്രകാശിക്കുന്ന ചൈതന്യം, ചൈതന്യത്തിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ, ബോധിക്കാൻ കഴിയുള്ളൂ. ജഡവസ്തുവിനെ പറ്റില്ലേ? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദേഹേന്ദ്രിയ മനോബുദ്ധികളെ സ്വന്തം സാന്നിധ്യം കൊണ്ട് ചൈതന്യവത്താക്കുന്നു പ്രഭു. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ധ്യാനം. ആരാണ് ശ്രീകൃഷ്ണൻ? ആ ശ്രീകൃഷ്ണനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ആരാണ് കൃഷ്ണൻ? ശ്രീകൃഷ്ണനെ പൂജിക്കുന്നു. ആരാണ് കൃഷ്ണൻ? ഈ കൃഷ്ണൻ ബന്ധമുണ്ട്. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകൻ. നമുക്കറിയാം, നമ്മുടെ ദേഹം, നമ്മുടെ ഇന്ദ്രിയങ്ങള്, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഹാർട്ട്, കിഡ്നി, ലങ്സ്, ഇതൊക്കെ ജഡമാണ്. ഇതിനകത്താണ്. ഇതിന് സ്വന്തം നിലയ്ക്ക് അറിയാനോ പ്രവർത്തിക്കാനോ ഫംഗ്ഷൻ ചെയ്യാനോ സാധ്യമല്ല. പക്ഷേ ഇന്നിതൊക്കെ കാണുമ്പോൾ നല്ലോണം എന്താ പറയുക, ചടുലമായിട്ട് ഡൈനാമിക്കായിട്ട് പ്രവർത്തിക്കണ്ടല്ലോ. എങ്ങനെ? ഇതിനെ കണ്ടുതാ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വൈദ്യുത ഉപകരണങ്ങൾ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കില്ല. അപ്പോൾ വൈദ്യുത ഉപകരണങ്ങളുടെ പ്രവർത്തനം കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം അതിന്റെ പുറകിൽ ശക്തിയുണ്ട്, കറണ്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? വാഹനം മൂവ് ചെയ്യണമെങ്കിൽ വാഹനത്തിൽ പെട്രോൾ അടിക്കണം, വേണ്ടേ? ജഡേ പ്രവർത്തിന ദൃശ്യലേഖം യുക്തി. ജഡവസ്തുവിൽ സ്വയം പ്രവർത്തനങ്ങൾ കാണില്ല. ഇപ്പൊ ഈ ഹാളിൽ ഈ ചെയർ നമ്മൾ വരുമ്പോൾ ഈ ഹാളില് ആരുമില്ല. കുറച്ച് ഈ ചെയറുകളൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടോ അല്ലാതെ ഈ ഹോളിൽ ഓടി പോകും. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കണ്ടല്ലേ? കാറ്, ജീപ്പ്, വണ്ടി, പാവ, അതൊക്കെ അതിലെ ബാറ്ററി ഇടണം, ഈ ചാവി ഇടണം. അപ്പൊ അത് ഓടും, ചാടും, കൈകാലും വീശി പ്രവർത്തിക്കും അല്ലേ? അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി അതിൽ നിന്ന് ഭിന്നമായിട്ട് വേണം. ജഡവസ്തുവിന്റെ സ്വതന്ത്രം നിലയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. സയൻസ് പറയുന്നത് വിത്തൗട്ട് എ ഫോഴ്സ് ദേർ കനോട്ട് ബി എ മൂവ്മെന്റ്. ഒരു ചലനം വേണോ, അതിന്റെ പുറകില് ഒരു പവർ വേണം, ശക്തി വേണം. പക്ഷേ ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ പഠിച്ച് മഹാബുദ്ധിമാന്മാരാണ്. ചന്ദ്രനിലൊക്കെ പോയി നമ്മുടെ വിചാരം. പക്ഷേ ചന്ദ്രനിൽ എന്തുണ്ട്, ഭൂമിയുടെ അടിയിൽ എന്ത്, സമുദ്രത്തിന്റെ അടിയിൽ എന്തുണ്ട്, നക്ഷത്രങ്ങൾ അവിടെ എന്തുണ്ട്, ഇതൊക്കെ പഠിച്ച് നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് തുടങ്ങിയിട്ടില്ലേ? ശരിയല്ലേ? ഈ അന്വേഷണം ഇതെല്ലാം കണ്ടെത്തിയ നമ്മള് ആരാ? നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, ഇതെങ്ങനെയാ ഫംഗ്ഷൻ ചെയ്യുന്നത്? ഈ കണ്ടെത്തിയ ഈ മനുഷ്യന്റെ ബുദ്ധിയിലെ വൈഭവം എത്രയാണ് ആലോചിച്ചു. ഈ കമ്പ്യൂട്ടറുകളെ നമ്മൾ ഇത്ര സ്തുതിക്കണു. കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാവരും ഓൺലൈനാണ്. അതുകൊണ്ട് ഇപ്പോ ഡിജിറ്റൽ ഇന്ത്യയിൽ. പക്ഷേ ഏറ്റവും വലിയ ഡിജിറ്റൽ ഈ ഹ്യൂമൻ ഇന്റലക്റ്റാണ്. അതിനെ സൃഷ്ടിച്ച സർവേശ്വരന്റെ, അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഭഗവാന്റെ വൈഭവവും മഹിമയും സാന്നിധ്യവും അത് നമ്മൾ ഈ തിരക്കിൽ മറന്നുപോവുക, ഇതിന്റെ ഭ്രമത്തിൽ വിസ്മരിച്ചു പോവുക. അപ്പോൾ ഈ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ കറണ്ട് ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാം. കറണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതുമാതിരി ഏത് കറണ്ട് കൊണ്ടാണ് നമ്മുടെ ദേഹം, ഇന്ദ്രിയങ്ങള്, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഹാർട്ട്, ലങ്സ്, കിഡ്നി എന്ന് തുടങ്ങിയിട്ട് പ്രവർത്തിക്കുന്നത്? ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകം. ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന, അതിന്റെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഇതിനൊക്കെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ. കാന്തത്തിന്റെ സാന്നിധ്യം മതി, നാം സ്വയം ചെയ്യണ്ട ഇരുന്നിരിക്കാൻ. സൂര്യന്റെ സാന്നിധ്യം മതി. ഇവയാരൊക്കെ സൂര്യോദയത്തിൽ എല്ലാവരും വ്യാപാരം ചെയ്യും അല്ലേ? സൂര്യാലോകം യഥാ ജനാഹ. ആത്മബോധം, ആത്മബോധത്തെ കരുതുന്നതോട് സൂര്യന്റെ പ്രസൻസിൽ എപ്രകാരമാണോ സൂര്യൻ എണീക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും എണീറ്റിട്ടാണ് എണീക്കുന്നത് നമ്മൾ അല്ല. ആദ്യം പക്ഷികൾ എണീക്കും, പിന്നെ മൃഗങ്ങൾ എണീക്കും, അവസാനം മനുഷ്യൻ എണീക്കും. പക്ഷെ എണീക്കുണ്ടായി സൂര്യ ഉച്ചയിലായി അല്ലേ? സൂര്യൻ എണീപ്പിക്കുന്നില്ല, പക്ഷെ സൂര്യന്റെ സാന്നിധ്യം, കേവല സാന്നിധ്യം, നിയർ പ്രസൻസ് അതിലെല്ലാം നടക്കും. കറണ്ട് ഫാനിന്റെ വട്ടത്തിൽ ഇതാണോ? വൈകുന്നേരം വരെ ഫാൻ നോൺ സ്റ്റോപ്പായിട്ട് ഓടിയിട്ട് കറണ്ട് പറയോ ഞാൻ നിന്നെ തിരിച്ചിട്ട് കൈ കളിച്ചെന്ന്. വളരെ കർത്തൃത്വമില്ല, ഡുവർഷിപ്പില്ല, സെൻസ് ഓഫ് ഡുവർഷിപ്പില്ല. നിയർ പ്രസൻസ്, കേവല സാന്നിധ്യത്തിൽ അതൊക്കെ നടക്കണം. ഇതുമാതിരി ആത്മചൈതന്യമാശ്രിത്യ ദേഹേന്ദ്രിയ മനോധിയ
അർത്ഥേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിത ഇവ ആസ് ദോ പ്രൊംപ്റ്റഡ് ബൈ പ്രേരിത ഇവ പ്രേരിപ്പിച്ചെന്ന പോലെ. ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ് ഇതൊക്കെ ആത്മചൈതന്യത്തിനെ ആശ്രയിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ചൈതന്യമില്ലെന്ന് വരികയോ ഇതൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. ഈ ലോകം ജഡം, ലോകം അന്ധകാരമായി പോകും, ലോകത്തെ നിലനിൽക്കില്ല. അപ്പോ ആർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാം. നമുക്ക് വലിയ ഭൗതിക പഠിപ്പൊന്നും ആവശ്യമില്ല, കോമൺ സെൻസേ ഉള്ളൂ. ഒരു പാവ തിരിയുണ്ടെങ്കിൽ അതിൽ പാട്ടി അല്ലെങ്കിൽ ചാലു കൊടുക്കും. ഈ പാവ എങ്ങനെ തിരിയുന്നത്? പാവ എന്നെ ശരിക്കും പറഞ്ഞാൽ ആ ശക്തി പോയി കഴിഞ്ഞാൽ പാവ ഇതാ പിന്നെ എങ്ങനെയും കൊണ്ടേ ഉടനെ കത്തിച്ചു കളഞ്ഞൂലോ. ശരിയല്ലേ? അപ്പൊ ഈ പാവയെ കളിപ്പിക്കുന്ന ആരാ? പാവ കളിപ്പുകാരൻ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ തോൽപ്പാവ കൂത്തുന്നത്. അണിയറയില് പുറയില് ഈ ചരട് വലിക്കുമ്പോ മുമ്പിൽ പാവ ഒന്ന് കളിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ പാവകളെ കളിപ്പിക്കുന്ന കളിപ്പുകാരൻ ആരാ? അതാണ് സർവേശ്വരൻ. അതാണ് പരമഹംസര് ശ്രീരാമകൃഷ്ണദേവരൊക്കെ പറഞ്ഞത്. അമ്മേ, അമ്മ യന്ത്രി, ഞാൻ കേവലം ഒരു യന്ത്രം. ശരീരം, മനസ്സ്, ബുദ്ധി എന്നൊക്കെ പറയണേ നമുക്കെല്ലാം അറിയാലേ. ഓരോരോ യന്ത്രം ഓരോരോ മാറ്റിയിരിക്കാലോ. യന്ത്രല്ലേ? ആ യന്ത്രത്തെ പ്രവർത്തിക്കുന്ന യന്ത്രി, ആ സാന്നിധ്യമാണ് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറയാം, ഭഗവാൻ, ഭഗവതി എന്നൊക്കെ പറയണത് തന്നെ. അപ്പോ ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകനാണ് ആര്? കൃഷ്ണൻ, വൈരക്കൻ. അങ്ങനെ അറിയുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ ഭക്തി വരുന്നത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ, ഈ ഭഗവാൻ എവിടെയോ ശ്രദ്ധിച്ചിട്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അവരുടെ പോണം വഴിപാട് കഴിക്കണം, പൂജ ചെയ്യുന്നതൊക്കെ. ശരിക്കും ഈ ഭഗവാനും നമ്മളും തമ്മിലുള്ള കണക്ഷൻ ഭാഗവതോ വലിയ വലിയ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ സത്സംഗത്തിൽ വരുമ്പോഴാണ് മനസ്സിലാവുക. അറിയുമ്പോഴുമാണ് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴുമാണ് ഭഗവാനോട് നമുക്ക് അളവറ്റ പ്രേമം ഉണ്ടാവുക. കാരണം എന്താ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ദേഹം, മനസ്സ്, ബുദ്ധി ഇതൊക്കെ സചേതനമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഞാനെന്ന ഒരു ഭാവങ്ങളുള്ള നമ്മളുടെ സെൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി, ഞാൻ എന്നുള്ള ആ ഫീലിംഗ് പോലും നമ്മളിൽ ഉണ്ടാവുമോ? അപ്പൊ എന്നെ ഞാനാക്കുന്നത് ആരാ? എനിക്ക് ഉമ്മ തരുന്നത് ആരാ? എന്റെ എക്സിസ്റ്റൻസ് ഞാൻ കടപ്പെട്ടിരിക്കുന്ന ആരോടാ? ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചതിലേക്ക് എത്ര നന്നായിരുന്നു അല്ലേ? ഇതൊന്നും നമ്മളൊരു സ്കൂളിൽ കോളേജിൽ നമ്മളെ പഠിപ്പിച്ച അച്ഛന്മാർ പറഞ്ഞു. ആധുനിക ലോകത്തിന് ഇതൊന്നും താല്പര്യമില്ല. എന്താ എന്തോ തിരിച്ചും നമ്മുടെ വയസ്സായ ആൾക്കാർക്ക്, റിട്ടയർമെന്റ് ചെയ്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു പൊതുവായ ധാരണ അല്ലേ? ഈ മാറ്റർ, ശരീരം മാറ്റർ വെസ്റ്റേഴ്സ് എന്ന് വിലയം പറയാം അല്ലേ? ഇത് കഴിഞ്ഞാൽ വളായി പ്യുവർ മെനുവെന്ന കുഴിച്ചിട്ടാ വളായി. കത്തിച്ചു കളഞ്ഞാലോ ചാരായിട്ട് ചെടികൾക്ക് വളായി. ശരിയല്ലേ? മൃഗങ്ങൾ കഴിച്ചാലോ അതിന്റെ കാട്ടായിട്ട് വീണ്ടും അത് വളായി. ശരിയല്ലേ? അതിനെയാണ് ഞാൻ എന്ന് നമ്മൾ അഭിമാനിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ ഇതിനെ അഭിമാനിക്കാൻ നമുക്ക് കഴിയുന്നത്, നമുക്ക് ശക്തി തരുന്നത് പ്രഭുവാണ്. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകം ആണ് കൃഷ്ണൻ. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ പട്ടേരിപ്പാട് പറയാ. ഗുരുവായൂരപ്പൻ അവിടെ എവിടെയോ ഒരിടത്ത് നമുക്കൊന്നും കാണാൻ പറ്റാതെ, എത്താൻ പറ്റാത്ത ദൂരത്ത് എവിടെയോ ഇരിക്കല്ല. നിശേഷ ആത്മാനം ഏനം ഗുരുഭവനപുരാധീശം ഏവ ആശ്രയാമ. ഈ ഗുരുവായൂരപ്പനെ തന്നെ കണ്ടോ ആശ്രയിക്കേണ്ടത്, മുറുക്കി പിടിക്കേണ്ടത്, ഈ കൃഷ്ണനെ തന്നെ പിടിക്കേണ്ടത്. വേറെ ആരെയും പിടിക്കാൻ പാടില്ല, വേറെ ആരെയും പിടിക്കാൻ കാര്യമില്ല. എന്താ കാരണം? നിശേഷ ആത്മാവാണ് അവിടുന്ന്. എന്റെയും നിങ്ങളുടെയും ഇവിടെ ജീവനുള്ള എല്ലാവരുടെയും ജീവന് ആധാരമായിരിക്കുന്ന ആത്മതത്വം, ചൈതന്യം, അതാണ് ഭഗവാൻ. ഭഗവാൻ ഇല്ലെങ്കിൽ ഞാനില്ല. സമുദ്രമില്ലെങ്കിൽ തിരമാലയുണ്ടോ? അതുപോലെയാണ്. അപ്പോ ശ്രീകൃഷ്ണം ഭാവേ സദാ, കൃഷ്ണനെ സദാ ഭാവനയാണ് നമ്മൾ. സദാ ചിന്തിക്കണം, ഓർമ്മിക്കണം, സ്മരിക്കണം. നിത്യനിരന്തര ഹരിസ്മരണയാണ് നമ്മുടെ കർത്തവ്യം. എന്തുകൊണ്ട്? ഹരി ആരാ? ഹരി ദേഹഭൃതാത്മാ. ഭഗവതം പറയാണ് ആരാണ് ഹരി? ഹരി ഈ ദേഹമുള്ള എല്ലാവരുടെയും ദേഹത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവാണ്. എന്തിന്?
അറിവിന്റെ ആത്മാവാണ്. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാവാണ് പുറത്തല്ല, ഭക്തൻ എപ്പോഴും ഇല്ലേ, ഏറ്റവും അടുത്തല്ലേ. ചിന്തയെ പ്രകാശിപ്പിക്കുന്ന ആത്മതത്വമാണ്, ബോധമാണ്. ചിന്തയേക്കാൾ അടുത്തല്ലേ ഭഗവാൻ ആത്മസ്വരൂപനായിട്ട്. പക്ഷെ നമുക്ക് ആ ഭഗവാനാണെങ്കിൽ ആനന്ദസ്വരൂപനാണ്, സുഖസ്വരൂപനാണ്, ശാശ്വതനാണ്. അതറിയുമ്പോൾ നമുക്ക് മരണഭയം പോട്ടെ, നമ്മൾ നശിക്കുന്ന വിചാരം പോട്ടെ, നമ്മുടെ ദുഃഖം പോട്ടെ, നമ്മുടെ അകലണ്ടേ. പക്ഷെ അതൊന്നും കുഴപ്പമില്ലല്ലോ. നമ്മൾ അതറിയുന്നില്ല, അതാണ്. രണ്ടാമത് ആത്മസ്വരൂപനോട് അടുക്കുന്നില്ല, അതുമായിട്ട് ബന്ധമില്ല, അനുഭവിക്കുന്നില്ല. നമ്മുടെ ശ്രദ്ധ വീടുകയാണ് ബാഹ്യവസ്തുക്കളിൽ. ഇന്ദ്രിയ വിഷയങ്ങളുടെ പറഞ്ഞ് മനസ്സോടിക്കുക, മനസ്സാക്ഷിയായിട്ടുള്ള ഭഗവാനിക്ക് കിട്ടില്ല. അതുകൊണ്ട് വേണു ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരണം സർവസാക്ഷിണം. എല്ലാവരും നടത്തുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുക. അവിടുന്ന് സാക്ഷിയാണ്, അൺഇൻവോൾവ്ഡ് വിറ്റ്നസ്. ഒന്നിനോടും ബന്ധപ്പെടില്ല. നമ്മളിപ്പോ ഒരു ചിന്ത വന്നാൽ ചിന്തയോട് കയറി പിടിച്ചു, എന്നാലോ ഭഗവാൻ വിളിക്കുന്ന ആ ചിന്ത കയറി പിടിക്കില്ല. ആ ഭഗവാന്റെ വെളിച്ചത്തിൽ ചിന്ത പ്രകാശിതമാകുന്നു. പക്ഷേ ഒന്നിനോടും ഇൻവോൾവ്മെന്റ് ഇല്ല. പുണ്യത്തിനോടോ പാപത്തിനോടോ നാദത്തെ കസലിപ്പാപം നൈവ സുഖം വിഭു അജ്ഞാനേന ആവണം ജ്ഞാനം തേന മുഖ്യന്തി ജനതാൻ പറഞ്ഞല്ലോ ഗീതയില്. ഞാൻ ആരെയും പുണ്യം എടുക്കണില്ല, പാപം കൊടുക്കണില്ല, ഞാൻ ആർക്ക് നഷ്ടം കൊടുക്കണില്ല, ആർക്ക് നല്ലത് കൊടുക്കണില്ല, ചീത്തയും കൊടുക്കണില്ല. അവരവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്നെ അവരെ ആത്മസ്വരൂപമായവർ തിരിച്ചറിയാത്തതുകൊണ്ട് തേന മുഖ്യന്തി, ഈ അജ്ഞത കൊണ്ടാണ് ആത്മവിസ്മൃതിയിൽ കണ്ട് നാം ഓരോരുത്തരും ഈ ദേഹത്തിലും സംബന്ധങ്ങളിലും അഹന്താമതകൾ വെച്ചുകൊണ്ട് നാനാവിധമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോ ഭഗവാനെ സ്മരിക്കേണ്ടത്, ധരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്, കടമയാണ്. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകനായി സർവസാക്ഷിയെ, എന്നിൽ മാത്രമല്ല എന്നിലുള്ള എല്ലാ ചിന്തകൾക്കും അനുഭവങ്ങൾക്കും സാക്ഷിയാണ് അതിനൊക്കെ പ്രകാശിപ്പിക്കുന്നത്. നിങ്ങളിലും സർവ്വരിലും ഉണ്ടല്ലോ. ദേഹഭൃതാമാത്മാ, ദേഹമുള്ളവരുടെ ഉള്ളിൽ എല്ലാവരും ഇരിക്കുന്ന ആത്മസ്വരൂപമാണെങ്കിൽ എല്ലാവരും നമുക്ക് എല്ലാം അറിയുന്നുണ്ട്. ശ്രീപതിയും അതേസമയത്ത് അവിടുന്ന് ലക്ഷ്മീപതിയുമാണ്. ആ ലക്ഷ്മീപതി ആ വിഷ്ണു തന്നെയാണ് നമ്മുടെ ആത്മ. ആ വിഷ്ണു തന്നെയാണ് ഈ കാണുന്ന ലോകം എല്ലാം ആയിരിക്കും. അവിടെ നിന്ന് വേറിട്ടിട്ട് ഞാനും നിങ്ങളൊന്നും ഇല്ല. കടലിൽ നിന്ന് വേറിട്ട് തിരമാലകളില്ലല്ലോ, തിരയില്ലല്ലോ, പറയില്ലല്ലോ. കടൽ ജലം തന്നെയല്ലേ എല്ലാം. ഏകോ വിഷ്ണു മഹദ്ഭൂതം പൃഥക് ഭൂതാനി അനേഷഃ ത്രിലോകാൻ വ്യാപ്യ ഭൂതാത്മാ ഭൂതേ വിശ്വഭുഗ് അവ്യയഃ. സഹസ്രനാമത്തിന്റെ പൂർവ്വപീഠികകൾ ഏകോ വിഷ്ണു, ഒരു വിഷ്ണുള്ളൂ, മഹദ്ഭൂതം, ആ മഹത്തായ എല്ലാതും അതീതമായുള്ള പരമസത്യം തന്നെ കാണാതെല്ലാമായി മാറിയിരിക്കുന്നു. എല്ലാം വിഷ്ണുവാണ്, സർവം വിഷ്ണുമയം ജഗതം, ആത്യന്തിക സത്യം. പക്ഷേ അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഭാഗവതം. ഇതൊക്കെ നമുക്ക് ബോധ്യമാവാൻ മനസ്സിലാക്കേണ്ട വഴി ഭാഗവത്തെ ആശ്രയിച്ചാണ്. അതാണ് ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം. ആ ഭഗവത് സ്വരൂപം തന്നെയാണ് ഭക്തന്റെ സ്വരൂപം. പക്ഷെ ഇന്ന് ഭക്തനത് നിശ്ചയിക്കുകയാണ്. അപ്പൊ അത് ഇന്ന് ആ ഭഗവാൻ നമുക്ക് തമ്മിൽ ഒരു വലിയ അകലം, ഒരു സമുദ്രം പോലെ. അപ്പൊ അതിനെ കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കപ്പൽ വേണം. അല്ലേ? തരണം ചെയ്യാൻ, ക്രോസ് ഓവർ ചെയ്യാൻ നമുക്കൊരു ബോട്ടോ കപ്പൽ ആവശ്യമാണ്. പ്രകാശിക്കുന്ന ചൈതന്യമാണ്, ആത്മസ്വരൂപമാണ് ആ ഭഗവാൻ. അതിനെ തരണം ചെയ്യുന്നു. ഗമനം ചെയ്യാം, പോവുക. അവഗമനം എന്ന് പറഞ്ഞാൽ അറിയാവുന്ന, അറിയാവുന്ന അക്കണ്ട് പോകുക. വരം ശ്രേഷ്ഠം. അപ്പോ ഭാഗവതം എന്നാലോ ഭഗവാനിലേക്ക്, ആ പരമസത്യത്തിലേക്ക്, സച്ചിദാനന്ദ സ്വരൂപത്തിലേക്ക്, അല്ലെങ്കിൽ ആ പരമമായ ധന്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, നമുക്ക് ആ ഭഗവാൻ തമ്മിലുള്ള അകലം താണ്ടാൻ, സമുദ്രം പോലെ വലിയൊരു അകലമുണ്ട്, അത് താണ്ടാൻ നമ്മെ സഹായിക്കുന്ന തരണോപായം. എന്താ? ബോട്ട്, കപ്പല്. അതാണ് ഭാഗവതം. അതെങ്ങനെയുള്ളതാണ്? ഓർഡിനറി അല്ല, വരേണ്യം, വരം, ശ്രേഷ്ഠമായ കപ്പൽ. വരം, ആ തരണിയും ബോട്ട് ഇതാ കൊണ്ടുപോകുന്നത്, നയിക്കുന്നത്, ഏൽപ്പിക്കുന്നത്. അപ്പൊ ഭാഗവതം ഭഗവാന്റെ സ്വരൂപമാണ്. ഭഗവത് സ്വരൂപമാണ് നമ്മുടെ ഉള്ളിൽ വിളക്കിക്കൊണ്ടിരിക്കുന്ന ആത്മതത്വം. വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ഭഗവത് സ്വരൂപികളാണ്. പക്ഷെ ഇന്ന് നമുക്കും ഭഗവാൻ തമ്മിൽ ഒരു മനസ്സെന്ന സമുദ്രമാണ്. ഹനുമാൻജി ചാടുന്ന ആ
സമുദ്രം പ്രതീകാത്മകമാണ്. നമുക്ക് രാമായണം വായിക്ക് പറയാം, ഹനുമാനിക്ക് ലങ്കയെ സമുദ്രം ചാടി അവിടെ ചെന്ന് സീതാദേവിയെ കണ്ട് തിരിച്ചു വരാൻ പാട് എത്രയുണ്ടായിരുന്നു അല്ലേ? ഇത്രയും പാട് നമുക്കുണ്ട്. മനസ്സാവുന്ന മോഹം സമുദ്രം, മനസ്സാവുന്ന സമുദ്രം. ചിന്തകളെ അനുവർത്തിക്കട്ടെ. ചിന്തയുടെ തൊട്ടപ്പുറത്താണ് ഭഗവാൻ. ചിന്തകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾ ലഭിക്കാൻ നാരായണ ലഭിച്ചു തുടങ്ങി ചിന്ത ഒന്നും എവിടേക്ക് നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ അല്ലേ? വായിക്കായിരുന്നു, പൂജിക്കായിരുന്നു, എന്തിരുന്നാലും നമ്മളിങ്ങനെ പോയി. ഈ ചിന്തയുടെ അപ്പുറത്തേക്ക് പോകണം. ചിന്താരഹിതോ ഹൃദാഖ്യാതരാണ് മഹർഷി. ചിന്തകളെല്ലാം എവിടെയാണോ കെട്ടടങ്ങുന്നത്, ചിന്തയുടെ ഉറവിടം എവിടെയാണോ, സോഴ്സ് ഓഫ് തോട്ട്സ്, ഓൾ ചിന്തകളുടെ ഉറവിടം ജ്ഞാനചിന്ത. ആ ജ്ഞാനചിന്തയ്ക്കും ഉറവിടമുണ്ട് എന്നന്വേഷിച്ച് പോയി ചിന്താവിദ്യാണ്ടാവുന്ന ആ അവസ്ഥയിൽ സമുദ്രയിൽ ഇറങ്ങാൻ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഭാഗവതം. അപ്പൊ ഈ ഭാഗവതത്തെ ആശ്രയിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഭഗവത് സ്വരൂപത്തിലെത്താം, സംസാര സമുദ്രത്തിന്റെ മറുകരയെത്താം, മോക്ഷ സൗധത്തിൽ വിരാജിക്കാം, ആത്മസാമ്രാജ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചക്രവർത്തിമാരാകാം, പരമാനന്ദം അനുഭവിക്കാം. ഏത് ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും എല്ലാ പൊറുതിക്കുട്ടലുകളിൽ നിന്നും അന്നേക്കുമായിട്ടുള്ള മോചനം. അതാണ് ഭാഗവതം, അതാണ് ഭഗവാൻ, അതാണ് കൃഷ്ണൻ. േന്ദ്രിയമനോബുദ്ധി പ്രേരകനാണെന്ന് സർവസാക്ഷിയാണ്. ഏറ്റവും അടുത്ത് ഇനി ഒരിക്കലും വിചാരിക്കുന്നത് യോ ഭഗവാൻ ദൂരെയാണ്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് അമ്പലത്തിൽ പോയി തൊടാൻ പറ്റില്ല. ഈ ശ്ലോകം പഠിച്ച് മനനം ചെയ്തുകൊണ്ടിരുന്ന സർവസാക്ഷി ഭഗവാൻ എല്ലാവരും ഉദ്ദേശിക്കുന്നു. അപ്പൊ നമുക്ക് സർവസാക്ഷിയാണ് ശ്രീപതി. അതേ സമയത്തോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഭരിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആ സത്യാനന്ദ സർവേശ്വരനാണ്, ലക്ഷ്മീപതിയായ വിഷ്ണുവാണ്. ശ്രീപതി കരുണാസിന്ധും, കരുണാസമുദ്രമാണ്. എന്തൊക്കെ യോഗ്യതരാക്കണ്ടായിട്ട് കാര്യമില്ല. അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാന്ന് പറയില്ല. അങ്ങനെ എന്താ കാര്യം ഒരുപാട് പാടുണ്ട്, ഒരുപാട് അധികാരമുണ്ട്, ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആർക്കൊരു സേവനം ചെയ്യില്ല, ഒരു ഉപകാരം ചെയ്യില്ല. പിന്നെ അയാളുടെ കഴിവുകൊണ്ട് പ്രയോജനമുണ്ട്. ഭഗവാൻ കരുണാസാഗരമാണ്. ഭഗവാൻ ഒരിക്കൽ ആശ്രയിച്ചാൽ മതി. ഭഗവാനെ സർവേവ പ്രപന്നായ സ്ഥവാസ്മീതിരാജതേ അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതപ്രദം എന്നാണ് ഭഗവാന്റെ പ്രതിജ്ഞ. രാമാവതാരത്തിൽ ഒറ്റ പ്രാവശ്യം ഭഗവാനെ എന്റെ പോരായ്മകളും കുറവുകളും എന്തൊക്കെ ഒക്കെ ഉണ്ട്. അതാണല്ലോ നമ്മുടെ ഈ ജീവന്റെ കയ്യിലളവിലുള്ള സമ്പാദ്യം. ഇംപെർഫെക്ഷനാണ്, പെർഫെക്റ്റാണ്, പെർഫെക്റ്റ് അല്ല ജീവൻ. അത് അറിഞ്ഞുകൊണ്ട് ഭഗവാനെ അവിടുന്ന് പരിപൂർണ്ണൻ, അവിടുന്ന് കൃപാമൂർത്തി, അവിടുന്ന് കരുണാസാഗരൻ, എന്റെ എല്ലാ തെറ്റും കുത്തുകളും പുറക്കണേ ഭഗവാനെ, ഞാൻ അവിടത്തേടെയാണ് ഞാൻ അവിടത്തെ ആശ്രയിക്കുന്നത്. ഒരിക്കൽ ആശ്രയിച്ചാൽ മതി. സകൃദേവ പ്രപന്നായ ഒരു പ്രാവശ്യം ആശ്രയിച്ചാൽ മതി. അത് ആരാണോ നോക്കില്ല, മനുഷ്യനാണോ മൃഗമാണോ രാക്ഷസനാണോ അസുരനാണോ ഭഗവാൻ നോക്കില്ല. സർവഭൂതേഭ്യോ ദദാമി അഭയം. അഭയം അഭയം ഭഗവാന, അഭയപദം ഭഗവാന. വിഭീഷണൻ ഭഗവാനെ ആശ്രയിക്കാമെന്നു എല്ലാവരും സ്പൈയാണ്. രാവണന്റെ ചാരന അനിയന. മാത്രമല്ല ഇയാൾ വന്ന സമയം നോക്കും, നമ്മുടെ രഹസ്യങ്ങൾ നോക്കുകൊണ്ടുപോകും. വിശ്വസിക്കരുത്, തനിക്കും ഇങ്ങനെയൊക്കെ വരുള്ളൂ. അവളെ പറഞ്ഞു, എന്നെ ആശ്രയിച്ചതിന്റെ ഫലം ഞാൻ വെറുതെ പ്രതിജ്ഞ പറഞ്ഞതല്ല, എന്നെ ആശ്രയിച്ചാൽ ഞാൻ അഭയം കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം ലോകത്തിന്. വിഭീഷണൻ മാത്രമല്ല, അതിലൂടെ നമ്മളെയൊക്കെ പഠിപ്പിക്കാം. ലക്ഷ്മണ, ലങ്കാധിപനായിട്ട് അഭിഷേകം ചെയ്യണം. വിഭീഷണനെ നോക്കണം, ലങ്കയെ ചെന്ന് രാവണുമായി യുദ്ധമേ തുടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും പറയാം ലങ്കയുടെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യാം. അപ്പൊ പ്രഭോ, രാവണൻ ജയിച്ചിട്ടില്ല. ഇത് കേട്ടിട്ട് രാവണനെ അങ്ങയുടെ കാൽക്കൽ ഒന്നും വീണാൻ ചെയ്യും. അപ്പൊ പ്രഭു, രാവണൻ എന്റെ കാൽക്കൽ ഒന്നും വീഴില്ല, അങ്ങനെ വീണു വിചാരിച്ചാൽ അയോധ്യ ഉണ്ടല്ലോ, ഞാൻ അയോധ്യ ചക്രവർത്തിയായിരുന്നു. ഭഗവാനെ എന്താണെന്ന് പറയണേ, അവിടെ ഓൾറെഡി കൊടുത്തില്ല. ഭരതന് എനിക്ക് വേണ്ട അനിയനാണ് വിളിക്കാൻ, അനിയൻ വിളിച്ചോട്ടെ അനിയൻ കൊടുത്തില്ലേ വന്നത്. അപ്പൊ ഈ ഭരതനെ കൊണ്ട് കൊടുക്കും. വിഭീഷണൻ ലങ്ക കൊടുക്കും. രാവണൻ വന്നാൽ രാവണൻ അയോധ്യ കൊടുക്കും. അപ്പൊ ഭരതന് ഞാൻ എന്റെ വൈകുണ്ഠം കൊടുക്കും. ഭഗവാനെ അവിടുന്നല്ലേ വൈകുണ്ഠത്തിലെ ചക്രവർത്തി രാജാവ്. വൈകുണ്ഠം ഭഗവാൻ അവിടുത്തെ ഭരതന് കൊടുത്തിട്ട് പിന്നെ അവിടത്തേക്ക് എവിടെ സ്ഥാനം, അവിടുന്ന് എവിടെ പോകും? പ്രഭു പറഞ്ഞുണ്ടറിയോ, ഞാൻ എൻ്റെ ഭക്തനായ ഹനുമാന്റെ ഹൃദയത്തിലിരുന്ന് ധരിക്കും. ഞാൻ എൻ്റെ ഭക്ത ഹനുമാന്റെ ഹൃദയത്തിൽ വാഴും. ഭക്തന്റെ ഹൃദയത്തിൽ ആരായിരിക്കണേ? ചിത്രം കണ്ടല്ലേ?
അപ്പൊ എവിടെ ഭഗവാൻ ഇരിക്കുന്നത്? അഹം വസാമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ അവിടെയല്ല, അവിടേക്ക് ഇല്ലായില്ല. പക്ഷേ എന്റെ ഭക്തന്റെ ഭക്തിയുള്ളപ്പ ഞാൻ. ഇതാണ് ഭഗവാൻ. തന്റെ വൈകുണ്ഠം പോലും കൊടുക്കാൻ തയ്യാറാണ് ഭക്തൻ. എന്നിട്ടോ ഭക്തഹൃദയത്തിൽ ഭഗവാൻ കിടന്നു. ഇതിൽ വലിയ ധന്യത എന്താ? ആ ഭഗവാനെ ഇവിടെ നമുക്ക് കാണാറാവുക, അനുഭവിക്കാറാവുക, സാക്ഷാത്കരിക്കാറാവുക നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ? ആത്മരൂപേണ. ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ നാം സാക്ഷാത്കരിക്കും. അതോടുകൂടി ജന്മസാമല്യമേ യഥാർത്ഥതയെ എല്ലാ ബന്ധനങ്ങളിലും മുക്തനായി തോന്നുന്നു. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രേരകം സർവസാക്ഷിണം ശ്രീപതിം കരുണാസിന്ധും ശ്രീകൃഷ്ണം ഭാവയേ സദാ. സദാ ഭാവയേ നമ്മുടെ കർത്തവ്യമാണ്. സദാ ഭാവയേ. കാരണം ഒരു നിമിഷം ഒരു ശ്വാസം അകത്ത് പോകണമെങ്കിലും പുറത്ത് പോകണമെങ്കിലും ആ പ്രഭുവിന്റെ കൃപ വേണം. അവിടുത്തെ കൃപ കൂടാതെ ഈ ലോക വ്യവഹാരം നമുക്ക് സാധ്യമല്ല. ഒരു ബന്ധുക്കളും ബന്ധങ്ങളും സാധ്യമല്ല. ശരിയല്ലേ? അവ ഏറ്റവും വലിയ ബന്ധു ആരാണ്? ഏറ്റവും വലിയ ബന്ധു ഭഗവാൻ. ഇതാണ് എല്ലാവരുടെയും അന്വേഷണ വിഷയം. ഇങ്ങനെയൊന്നും ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാവുന്നത് സത്സംഗത്തിന് വരുമ്പോഴാണ് ശാസ്ത്രമൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ ഈ ഷോട്ട് എല്ലാവരും എന്താ ചെയ്യുന്നത്? എവിടെയാ ദുഃഖം ഇല്ലാണ്ടാക്കാൻ പറ്റിയ? പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ദുഃഖങ്ങൾ ഉണ്ടാവാൻ പാടില്ല, കട്ടപ്പാടുണ്ടാവാൻ പാടില്ല, ദുരിതങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എവിടെ സുഖ സമാധാനം. ശരിയല്ലേ? ശാന്തി വേണം, സുഖം വേണം, സമാധാനം വേണം. അതിനെ ശാസ്ത്രീയമായി നമ്മൾ പഠിക്കുമ്പോൾ ശാസ്ത്രീയമായി ഗുരുവിന്റെ അടുത്തെത്തുമ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞാലും രണ്ട് കാര്യമാണ് കുട്ടി ഈ ലോകത്തിൽ എല്ലാവരും തിരയുന്നത്. പഠിച്ചവരും പഠിക്കാത്തവരും, ഏത് ജാതി മതഭേദമന്യേ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കട്ടെ, ദൈവവിശ്വാസിയാവട്ടെ, ദൈവനിഷേധിയാവട്ടെ, എല്ലാ കൂട്ടർക്കും വേണ്ടത് രണ്ടേ രണ്ട് കാര്യം. എന്താ? ദുഃഖമില്ലാണ്ടാവണം. ദുഃഖം എന്നേക്കുമായി അവസാനിപ്പിക്കണം. സുഖം എപ്പോഴും ഉണ്ടാവണം. ശാശ്വതമായ സുഖവും സമാധാനം. ഇതിന്റെ പേരാണ് ഭഗവത് പ്രാപ്തി, അല്ലെങ്കിൽ വൈകുണ്ഠപ്രാപ്തി, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തി, കൈവല്യം എന്നൊക്കെ ശാസ്ത്രീയമായി പറയാം. അത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. അസതോമ സദ്ഗമയ, അല്ലേ? അസത്തിൽ നിന്ന് സത്യത്തിലേക്ക് നമ്മൾ നയിക്കണമേ. അസത്യത്തിൽ നിന്നല്ല, സത്യത്തിലെന്ന് തോന്നുന്ന ഈ നമ്മളെ ആ പരമസത്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് അജ്ഞാനത്തിന്റെ ചില അത് നമ്മളെ ആ പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കണമേ. പ്രകാശത്തിലേക്ക് നയിക്കണമേ. മൃത്യോർമ അമൃതംഗമയ, അല്ലേ? മാറിക്കൊണ്ടിരിക്കുന്ന മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കണമേ. മരണശരീരത്തിനുണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല ജനിച്ചാൽ. പക്ഷേ അത് അതുകൊണ്ട് നമ്മൾ പറയണോ എനിക്ക് മരണമില്ലായ്മ ആണ് വേണ്ടത്. മരണമില്ലായ്മ ശരീരത്തിന്റെ അല്ല, ആ ശരീരമായ സത്യാനുഭൂതി നയിക്കണമെന്നാണ്. ഇതിനു വേണ്ടിയിട്ട് അതിനാണ് അമൃതത്വപ്രാപ്തി. അതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞത്. അമൃതസ്യ പുത്രാശ്രമ സർവേ, അമൃതസ്വരൂപന്മാരാണ് നമ്മൾ. അമൃതത്വത്തിന്റെ അരിമക്കിടാങ്ങളെ എന്നൊക്കെയാണ് പറയുന്നത് നമ്മളെ പറയുന്ന ഋഷിമാര്. അപ്പോ ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇതെങ്ങനെ നേടാൻ സാധിക്കും? ശാസ്ത്രങ്ങളൊക്കെ പറയണു, ഗീത പറയണു, ഉപനിഷത്ത് പറയണു, ബ്രഹ്മസൂത്രാദി ഗ്രന്ഥങ്ങൾ പറയണു, സകല ആത്മശാസ്ത്രങ്ങളും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. തം ഏവ വിദിത്വാ അതിമൃത്യുമേധി നാന്യഃപന്ഥ അയനായ വിദ്യതേ. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ, ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഒറ്റ വഴിയുള്ളൂ. തം ഏവ വിദിത്വാ, അവനെ അറിയണം. ആ സത്യസ്വരൂപനെ സാക്ഷാത്കരിക്കണം. ആത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ അമൃതത്വപ്രാപ്തിയുള്ളൂ. അതിന് മറ്റൊരു ഷോർട്ട് കട്ടില്ല. അന്യ പന്ഥ, വേറൊരു പന്ഥാവിച്ച വഴി, ഷോർട്ട് കട്ട് വേറൊന്നുമില്ല. ആത്മസാക്ഷാത്കാരം കൊണ്ട് മാത്രമേ അമൃതത്വപ്രാപ്തിയുള്ളൂ. ആത്മസാക്ഷാത്കാരം തന്നെ ഭഗവത് സാക്ഷാത്കാരം. കാരണം ആത്മാവായ ഭഗവാൻ ഹരിയാണ്. ഹരിപദപ്രാപ്തി, ഈശ്വരപ്രാപ്തി, വൈകുണ്ഠപ്രാപ്തി എല്ലാം പര്യായ പദങ്ങളാണ്. എങ്ങനെയാണ് ഈ ആത്മസാക്ഷാത്കാരം ഉണ്ടാവാൻ പറ്റുക? അതിനുവേണ്ടി അന്വേഷിക്കുമ്പോഴാണ് ഉപനിഷത്തുക്കളൊക്കെ അതാ പറയുന്നത്. ഉപനിഷത്തുക്കളുടെ സാരമായ ഭഗവത്ഗീത ഏതാ പറയുന്നത്? എത്രയോ പ്രകരണഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അത്വബോധം, വേഗസുരാമണി പോലെ. ഇനിയോ ഈ ഉപനിഷത്തുക്കളുടെ മുഴുവനും ശാസ്ത്രീയ ചിന്താപദ്ധതി കാണിക്കുന്ന അതിന്റെ കൂടെ സമന്വയമായ ബ്രഹ്മസൂത്രം അതാ പറഞ്ഞേക്കുന്നത്. ഇതാണ് പ്രസ്ഥാനത്രയങ്ങൾ. സാധാരണ പ്രസ്ഥാനത്രയൊക്കെയാണ് അധ്യാത്മജ്ഞാനം വേണമെന്നിരിക്കുന്ന ആൾക്കാർ പഠിക്കുക.
തത്വബോധം മുതലുള്ള ഗ്രന്ഥങ്ങൾ നന്നായി പഠിക്കുക, ഗീത പഠിക്കുക, ഗീത പഠിക്കുക, ഉപനിഷത്തുകൾ പഠിക്കുക, ബ്രഹ്മസൂത്രം പഠിച്ചു വെച്ചാൽ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാം. പക്ഷേ അത് നോക്കുമ്പോഴോ അതൊക്കെ നോക്കുമ്പോൾ നമ്മളെ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വളരെ വിഷമാണ്. സ്കൂളിൽ കോളേജിൽ പോയി ഇതൊക്കെ വേണ്ട, ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പഠിച്ചിട്ടൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു. ക്ലാസ്സിൽ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല അത് പഠിക്കാൻ. കാരണം ഇത് നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉപനിഷത്തെടുത്താലും ഗീത എടുത്താലും നമ്മളെ കുറിച്ചല്ലേ പറയുന്നത്. മറ്റത് നമ്മൾ മൂർച്ചയുള്ള വാടിന്റെ തലയിലൂടെ ആ ഒക്കിലൂടെ മൂർച്ചയുള്ള ആ ഭാഗത്തൂടെ നടക്കുക, അന്ധബോധനായിട്ട് നടക്കാൻ എത്ര ക്ലേശകരമാണ്, അല്ലേ? അതുപോലെയാണല്ലേ ഈ മാർഗത്തിലേക്കുള്ള ആ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നത്. അപ്പോ ഈ ജ്ഞാനത്തിന്റെ മാർഗം വാളിന്റെ വായ്ത്തല പോലെ മൂർച്ചയുള്ളതും സൂക്ഷ്മമായി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാകുന്നു. കേട്ട് ആൾക്കാര് ബോധിയും ജ്ഞാനുണ്ടാവും, അങ്ങനെ സാക്ഷാത്കാരുണ്ടാവുന്ന പരിഭ്രമിച്ച് ക്ലേശിച്ച് അങ്ങനെ അമ്പലം നിൽക്കുന്ന സമയത്താണ് ശ്രീമദ് ഭാഗവതം അവരെ നാല് കൈയോടുകൂടി തലയെ കണ്ടതായി മാടിപ്പിക്കുന്നു. പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗവതം പ്രത്യക്ഷ ഭഗവാനാണ്. ഈ ഭാഗവത സ്വരൂപിയെ ഭഗവാനെ നിങ്ങൾ ആശ്രയിക്കേ വേണ്ടൂ. ആ ഭഗവാനെ സ്നേഹിക്കാൻ ആരംഭിക്കേ വേണ്ടൂ. നിങ്ങളുടെ മുമ്പിൽ ഭഗവാൻ എഴുന്നള്ളും. ആ ഭഗവാന്റെ സ്വരൂപജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കും. നിങ്ങൾക്ക് ഭക്തിയോ ജ്ഞാനോ മുക്തിയോ എന്ത് വേണോ അതൊക്കെ തരുമല്ലോ ഭാഗവതം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം ജഗതഹൈതുകം. ഭാഗവതത്തിന്റെ പ്രഖ്യാപനമാണ്. ഒന്നാമത്തെ സ്കന്ധത്തിൽ തന്നെ, ഒന്നാമത്തെ അധ്യായത്തില് ചോദ്യമാണ്, വിഷയങ്ങളാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ ഉത്തരം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞെന്താ, ഒന്നും പരിക്രമിക്കേണ്ട ആവശ്യമില്ല. സർവഭൂത ഹൃദയനായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയിൽ പ്രേമം വളർത്തൂ. ആ ഭഗവാനിൽ ഭക്തി ചെയ്യൂ. വാസുദേവനിൽ ചെയ്യപ്പെട്ട ഭക്തിയോഗം അനായാസേ നമുക്ക് ഈ വിഷയങ്ങളുടെ നശ്വരതയെ ബോധ്യപ്പെടുത്തലും ഭക്തി കൊണ്ട് ചിത്തം പരിശുദ്ധമാകും കണക്കിന് എത്രത്തോളം ഭക്തി കൊണ്ട് മനസ്സ് തെളിയോ ശുദ്ധാവോ നല്ലയാവോ അത്രത്തോളം ഭഗവാനാണ്. ഭഗവാന്റെ നിത്യത്വവും ശാശ്വതത്വവും ഈ പ്രപഞ്ച വിഷയങ്ങളുടെ നശ്വരത്വവും പോരാ. ജ്ഞാനം നിങ്ങൾ ബുദ്ധി മുടക്കേണ്ട ആവശ്യമില്ല, തർക്കത്തിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. അനായാസേന ആ ഭഗവത് സ്വരൂപ ജ്ഞാനം അനുഭവപ്പെടുന്നു. രണ്ടുണ്ടാവും. പോരാ. ശൃണ്വതാം സ്വകഥാം കൃഷ്ണഃ പുണ്യശ്രവണ കീർത്തനഃ ഹൃദി അന്തസ്തോ ഹ്യഭദ്രാണി വിദുനോതി സുഹൃത് സദാം. ആരാണ് ഭഗവാൻ? സദാം സുഹൃത്. എപ്പോഴും ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ്. സജ്ജനങ്ങളാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് സജ്ജനങ്ങളുടെ സുഹൃത്താണ്, ബന്ധുവാണ്. സജ്ജന ബന്ധുവാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ സജ്ജനത്തിന് മാത്രം ബന്ധുവല്ല കേട്ടോ. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം. ശാന്തി കുറച്ചതി ഇതിൽ പറയും. സർവഭൂതങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്ത് ഞാനാണ്. എന്താ ആ സുഹൃത്ത്? യാതൊന്നും നമ്മളിന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് ഇങ്ങനെ വ്യവഹാരം ചെയ്തുകൊണ്ടേയിരിക്കാം, സ്നേഹിച്ചുകൊണ്ടിരിക്കാം, നമുക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാവും നമ്മുടെ ഈ ലോകത്തിലൊക്കെ? അങ്ങനെ കുറേ സേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെന്തെങ്കിലും കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് മറുപടി വരും, ഇല്ലേ? ശരിയല്ലേ? എക്സ്പെക്ടേഷൻ എന്തായാലും ഉണ്ടാവും. ഇവിടെ ഭഗവാൻ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ല. അതാണ് യഥാർത്ഥ സുഹൃത്തിന്റെ ലക്ഷണം. എന്താ? പ്രത്യുപകാരം അനപേക്ഷ ഉപകാര കർത്തൃ. അതേ സ്വാമി പറയാ, ഭഗവാൻ സർവഭൂത സുഹൃത്താണെന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല. ഭഗവാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നതിന് തെളിവ്, ഭഗവാൻ പ്രതീക്ഷിച്ച് പോയെങ്കിൽ ഭഗവാനായിരുന്നേനെ ഈ ലോകത്തിലെ ഏറ്റവും ദുഃഖി. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ സങ്കടവും ദുഃഖം ഭഗവാനായി. എന്താ കാരണം? നമ്മളൊക്കെ നന്ദിയില്ലാത്തവരാ. ശരിയല്ലേ? ഭഗവാൻ നമ്മൾ ഓർക്കണ്ടോ? ഭരിക്കോ, ഭാഗവതം വായിക്കുന്നോ, നാമം ജപിക്കുന്നോ, ഭഗവാനെ ഭജിക്കുന്ന വിചാരിച്ചിട്ടാണോ ഭഗവാൻ നമ്മളെ സേവ ചെയ്യുന്നത്? അല്ല. സർവഭൂതാനാം സുഹൃത്ത്. യാതൊന്നും നിങ്ങൾ എന്നെ എങ്ങനെ ചെയ്യാണ്ടിരിക്കട്ടെ, സ്തുതിക്കട്ടെ, ഭരിക്കട്ടെ, ഭരിക്കാണ്ടിരിക്കട്ടെ, എന്നെ നിഷേധിക്കട്ടെ, നിഷേധിക്കുന്നവരും ഞാൻ ജീവചൈതന്യമായിട്ട് ആത്മതത്വമായിട്ട് രൂപേണ നിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചു കൊടുക്കുന്നു. അങ്ങനെ നീ എന്നെ തിരിച്ചറിയുന്ന ആ നിമിഷം എന്റെ ശാന്തി.
കുറച്ചൊക്കെ നന്മ സദ്ഗുണങ്ങളും മനസ്സിനെ കുറച്ചൊക്കെ ഈ ഭക്തി വരുമ്പോൾ നമുക്ക് ഭഗവാനാണ് സുഹൃത്ത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇപ്പം മനസ്സിലാവുന്നല്ലോ ധൈര്യം പരിഭ്രമം. ഭഗവാനിൽ എൻ്റെ കൂടെ എപ്പോഴും ഭഗവാൻ എൻ്റെ ഫ്രണ്ട് എപ്പോഴും ഉണ്ടല്ലോ. ഈ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഉണ്ടാവില്ലോ, ശരിയല്ലേ? ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഉണ്ടാവുന്നില്ല, പക്ഷെ എപ്പോഴും സുഹൃത്ത്, സുഹൃത്ത് സദാ സദാ സുഹൃത്ത്. അങ്ങനെയുള്ള ആ സത്തങ്ങളുടെ സുഹൃത്തായ ബന്ധുവായ ഭഗവാൻ അവിടുത്തെ കഥകളെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ സ്വകഥാം ശൃണ്വത, അവിടുത്തെ കഥകളെ കേൾക്കുന്ന ആളുടെ ഹൃദയത്തിൽ പ്രവേശിക്കും. അങ്ങനെ ഉള്ളിൽ പ്രവേശിച്ചോ അവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ മാലിന്യങ്ങളെ മുഴുവനും അഭദ്രാണി വിജുനോദി, അവിടെയുള്ള കാമക്രോധ ലോക മോഹമത മത്സര്യ അഹങ്കാര ദൃശ്യ അസൂയാദി എല്ലാ മാലിന്യങ്ങളെയും ഭഗവാൻ സൂചിച്ചാണ്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർ ഭവതി നൈഷ്ഠികീ. ഇങ്ങനെ നിത്യവും ഭഗവാനെ സേവിക്കുന്ന ആ ഭക്തന്മാരെ ഭാഗവത സേവിക്കുക, ഭഗവത് ഭക്തന്മാരെ സേവിക്കുക, സജ്ജനങ്ങളെ സേവിക്കുക, ഭഗവാനെ സേവിക്കുക. ഇതിന്റെ ഫലമായിട്ട് എന്തായി? അവരുടെ മനോമാലിന്യങ്ങളൊക്കെ ഏതാണ്ട് ഒരുവിധം പോയി കഴിഞ്ഞാൽ, നശിച്ചു കഴിഞ്ഞാൽ ഭഗവാനിന്റെ ഭക്തി സുദൃഢമാകും. പുണ്യകീർത്തിയായ ഭഗവാനിന് ഭക്തിർ ഭവതി നൈഷ്ഠികീ, പരമപുരുഷനായ ഉത്തമശ്ലോകനായ ഭഗവാനിൽ നിഷ്ഠയോടെ ഭക്തി. ആദ്യത്തെ ഭക്തി നിഷ്ഠയില് ചാരിത്ര്യമുണ്ട്, സംശയമുണ്ട്. നമുക്ക് കഷ്ടം വരുമ്പോ ദുഃഖം വരുമ്പോ നമുക്ക് വേണ്ട ആൾക്കാർ തിരിഞ്ഞു പോകുമ്പോ എന്നാലും ഞാൻ ഗുരുവായൂരപ്പനെ ദിവസം ഒന്ന് ഭരിച്ചിട്ട് ഇങ്ങനെ ആക്കിയല്ലോ എന്നൊക്കെ തോന്നും, അല്ലേ? നിഷ്ഠ വരാത്തല്ല. നിഷ്ഠ വന്നാലോ ദുർബൻ അല്ല. നാരദ പറഞ്ഞ 5 വയസ്സുള്ള കുട്ടി അമ്മ ഒരു ബ്രാഹ്മണ വീട്ടിൽ അടിച്ചലിയ ജോലിയ കുട്ടി അവിടെ തന്നെ തയ്യാറാൻ കിട്ടുന്നത്. അപ്പോഴാണ് ആചാരം മാസം കുറച്ച് മഹാത്മാക്കൾ വന്നത്. അവരെ ശുശ്രൂഷിച്ചു, അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു, അവർ കഴിച്ച പ്രസാദത്തിന്റെ ബാക്കി കഴിച്ചു, മനസ്സിലെ ശുദ്ധമായി ഭഗവാനെ കണ്ടിട്ട് ഭഗവാൻ ഭക്തി വന്നു. ഭഗവാനാണ് എല്ലാം ബോധ്യം കുട്ടിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ അനുഗ്രഹിച്ചു. അവരൊക്കെ പോയി, സാധുക്കളൊക്കെ പോയി. ഒരു ദിവസം അമ്മ രാത്രി ഭക്ഷണം കണ്ടു വരുമ്പോൾ അമ്മ പാമ്പ് പിടിച്ച് വിളിച്ചു. അനുഗ്രഹം മന്യമാന നിഷ്ഠ ഭക്തി ഒച്ച കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹം ഭഗവാൻ. എന്താ കാരണം? ഞാൻ സ്വതന്ത്രമായില്ലോ, നീ ഏതെങ്കിലും സ്ഥലത്ത് ഏകാന്ത സ്ഥലത്ത് പോയി ഭരിക്കാലോ എന്ന് പറഞ്ഞാൽ നേരെ കാട്ടിലേക്ക് പോയത്. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നില്ല ആദ്യകാലത്ത്. അപ്പൊ അതാണ് നൈഷ്ഠികീ ഭക്തി, നിഷ്ഠ. നൈഷ്ഠികി എപ്പോ മനസ്സിലെ മാലിന്യങ്ങൾ തീരാത്തവരാണ് ഭക്തി ഉറക്കാത്തത്. ഭക്തി ഉറക്കാത്തത് കൊണ്ടാണ് നമുക്ക് സംശയം ഉണ്ടാവുന്നത് ഭഗവാനോട് പോലും. അതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയല്ലേ നമുക്ക്. അപ്പോ ഭഗവാനെ ഭക്തി, ഭഗവാനിൽ ഭക്തി ചെയ്യുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമങ്ങൾ ജനിക്കുക, അവർക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതുപോലെ ഭക്തന്മാരിൽ നിന്ന് ഭഗവാന്റെ ഗുണഗണങ്ങൾ തന്നെ കേൾക്കുക. അങ്ങനെ ഭഗവാനെയും ഭാഗവതത്തെയും ഭക്തന്മാരെയും സേവിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ തീരും കണക്കെ ഭഗവാനിൽ നിശ്ചല ഭക്തി ഉണ്ടാകും. അപ്പോഴോ തദോരസ്തമോഭാവാഃ കാമലോഭാവയശ്ചയേ ചേര ഏതൈഃ അനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. അപ്പൊ മനസ്സിലെ മാലിന്യം എന്ന് പറഞ്ഞാൽ ഈ സത്വരജസ്തമോ ഗുണങ്ങളാണ്. സത്വഗുണം വന്നാൽ മനസ്സ് ശുദ്ധമായി. രജോ ഗുണം തമോ ഗുണം. രജോ ഗുണം തമോ ഗുണം നമുക്ക് കാണാൻ പറ്റില്ല. അതിന്റെ പ്രകടനമാണ് കാമ ലോകോഹ ലോഭാദികൾ. കാമലോഭാദയച്ച അതൊക്കെയാണ് ഈ മാലിന്യം. രജോഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും കാര്യം അഥവാ വികാരങ്ങൾ. ഇതുകൊണ്ടൊന്നും മനസ്സ് ക്ഷോഭിക്കില്ല. സത്വഗുണം പ്രധാനമായി ആ മനസ്സ് എപ്പോഴും ശാന്തമായി. ഏവം പ്രസന്ന മനസഃ ഭഗവത് ഭക്തിയോഗതഃ ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. അങ്ങനെ ആ ഭഗവാനിൽ ഭക്തിയോഗം വളർന്നു വരുന്തോറും മനസ്സിലെ ഈ ഗുണങ്ങളൊക്കെ നീങ്ങി മനസ്സ് തെളിഞ്ഞ് ശാന്തമായി തീർന്ന ആ ആൾക്ക് ഈ ലോക വസ്തുക്കളിലുള്ള ആസക്തി തന്നെത്താനെ പോകും. മുക്തസംഗനാണ്. സംഘം മുഴുവൻ ഉപേക്ഷിക്കാതെ സംസാര അഗ്നി കെടില്ല എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? അതെ. അപ്പോ ആസക്തിയുടെ അഗ്നി നെരിപ്പോളിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണമായി നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാകുമ്പോ ഈ ആസക്തി പരിപൂർണമായി പോകും. അപ്പോഴോ അവന് ഈശ്വര തത്വം, ഭഗവത് തത്വവിജ്ഞാനം, തത്വജ്ഞാനമാണ് ആദ്യം ശാസ്ത്രം പഠിച്ചും ഗുരു മനസ്സിലാക്കിയത്. ഭഗവാൻ നമ്മുടെ ആത്മാവാണ്, സച്ചിദാനന്ദനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടുകൊണ്ട് നമുക്ക് എഴുത്തിലെ പശു പഞ്ചസാര നക്കിയ വരില്ല, അല്ലേ? അതുപോലെ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഞാൻ ആത്മാവാണ്, നിങ്ങൾ ആത്മാവാണ്,
അങ്ങനെ ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷേ നോ എക്സ്പീരിയൻസ്, അതിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. അത് എന്തുകൊണ്ടാണ് ടേസ്റ്റ് വരാത്തത്? ആ ടേസ്റ്റ് കിട്ടാതിരിക്കാൻ കാരണം മനസ്സിലെ മാലിന്യങ്ങൾ നീ ശുദ്ധമാവാത്തത് കൊണ്ടാണ്. ഇപ്പൊ മനസ്സ് ശുദ്ധമായി, ഭക്തി കൊണ്ട് വിഷയങ്ങളിൽ ആസക്തി പോയി. ആസക്തിയാണ് വസ്തുതീകരിക്കാൻ പറഞ്ഞ മാലിന്യം, അതൊക്കെ പോയി. അപ്പോഴോ ആ മനസ്സില് ഭഗവത് തത്വവിജ്ഞാനം ജായതേ, ഭഗവാന്റെ തത്വ സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, സ്വരൂപാനുഭൂതി ഉണ്ടാകും, ആത്മാനുഭവം ഉണ്ടാകും. ആത്മാനുഭവ തൃപ്ത ആത്മാനുഭവം കൊണ്ട് തൃപ്തി വന്നവന് ഈ ലോകത്തിൽ ഒന്നിന്റെ ആവശ്യമില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ കഷ്ടം കൂടാതെ ശാസ്ത്രകൃത്തങ്ങളിൽ പോയി വീഴാതെ അനായാസേന എളുപ്പത്തിൽ ഈ ഭഗവത് ഭക്തിയിലൂടെ ഭാഗവതത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ ഉപനിഷത്തുക്കളിലൂടെയും ഗീതയിലൂടെയും ബ്രഹ്മസൂത്രാദികളിലൂടെയും അന്വേഷിക്കുന്ന അതേ ലക്ഷ്യം, പൂർണ്ണത, കൃതാർത്ഥത, ജീവധന്യത കൈവരിക്കാമെന്നാണ് ഭാഗവതം പറയുന്നത്. അതാണ് ഭാഗവതത്തിന്റെ സവിശേഷത. ലക്ഷ്യം കൊണ്ട് ഉപനിഷത്തിന്റെയും വേദാന്ത ശാസ്ത്രങ്ങളുടെയും ഭാഗവത്തിന്റെയും സിദ്ധാന്ത ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അപ്പൊ വേദാന്ത സാരംഭി ശ്രീ ഭാഗവതം എന്നാണ്. അപ്പൊ വേദാന്ത സാരമാണ് ശ്രീമദ് ഭാഗവതം. വസ്തു അദ്വിതീയം, വസ്തു പലതില്ല. ആ അദ്വൈത സത്യം ഒന്നാം മാത്രമാണ് സത്യം എന്നാണ് പറയുന്നത്. തന്നിഷ്ടം, അതിൽ നിഷ്ഠ വരണം, ബ്രഹ്മനിഷ്ഠ വരണം. കൈവല്യ ഏകപ്രയോജനം, കൈവല്യമാണ്, മോക്ഷമാണ് ഭഗവതിന്റെ പ്രയോജനം. അപ്പോ സിദ്ധാന്തത്തിൽ ഒരു വ്യത്യാസമില്ല വേദാന്ത ശാസ്ത്രങ്ങൾക്കും ഭാഗവതം. പക്ഷെ എവിടെ വ്യത്യാസമില്ല? മാർഗത്തിലാണ്. ഭക്തിയിലൂടെ ആ ആത്മാനുഭവം സാധ്യമാക്കുകയാണ് ഭാഗവതം. വിരക്തിയ ജ്ഞാനേന വിവിച്യ ആത്മനി ചിന്തയെ. ഭാഗവതത്തിന്റെ രാമായണത്തിന്റെ ഒക്കെ സവിശേഷങ്ങൾ കാണുമ്പോൾ ഭഗവത് ഭക്തിക്കാണ് മുൻതൂക്കം. ഭക്തിയിലൂടെ ആ ശുദ്ധിയും വിരക്തിയും കൈവരിച്ച ഹൃദയത്തിൽ എളുപ്പത്തിൽ ആ ജ്ഞാനം ഉണ്ടാവും, ഈശ്വരാനുഭവം ഉണ്ടാവും. അതാണ് അങ്ങനെ എപ്പോ ഭഗവത് തത്വജ്ഞാനം ഉള്ളിലുണ്ടാകുന്ന അനുഭവം ഉള്ളിലുണ്ടായോ വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ദാസ്യ കർമാണി ദൃഷ്ടയേവ ആത്മനി ഈശ്വരേ. ഉപനിഷത്ത് മന്ത്രം അതേപടി പ്രവർത്തിച്ചിരിക്കുക. കാരണം വേദാന്ത സാരമല്ലേ ഭാഗവതം. അപ്പൊ പരമന്ത്രങ്ങൾ അങ്ങനെയുണ്ട് ഇവിടെ. എന്താ? ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയഗ്രന്ഥിയൊക്കെ പൊടിപ്പോയി, സംശയങ്ങളൊക്കെ തീർന്നു, അവന്റെ കർമ്മങ്ങളൊക്കെ ഒടുങ്ങി, കർമ്മവാസനകളൊക്കെ നശിച്ചു. എപ്പോ സംഭവിക്കും? അത് ഫ്രീ ആയില്ല, എനിക്ക് മുക്തനായതല്ല. ആത്മനി ഈശ്വരേ ദൃഷ്ടേ സതി. പുറത്തൊരു ഈശ്വരനെ കണ്ടോണ്ടായില്ല. പുറത്ത് കാണുന്ന ഈശ്വരനെ തന്റെ അകത്ത് തന്റെ ആത്മസ്വരൂപമായി സാക്ഷാത്കരിച്ചപ്പോ തന്നിൽ ഈശ്വരൻ ദർശിച്ചാൽ ഉടൻ തന്നെ ഞാൻ ഇല്ലാണ്ടായി. അതാണ് അജ്ഞാനമാണ്. അജ്ഞാനം കൊണ്ടുണ്ടാണ് ഭാവനാണ്, ഞാൻ ചെയ്യാനുള്ള ന്യായം. അതിൽ നിന്നാണ് എനിക്ക് പലതും സുഖത്തിന് വേണ്ടി പലതും കിട്ടുന്നുള്ള ആഗ്രഹം, കാമന. അജ്ഞാനം കാമന, ആ കാമനയുടെ ഫലമായിട്ടോ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ കർമ്മം. അപ്പൊ അവിദ്യ, കാമം, കർമ്മം, ഇത് മൂന്നും കൂടി ചേർന്നതിനെയാണ് ഹൃദയഗ്രന്ഥി എന്നൊക്കെ പറയുന്നത്. സാങ്കേതിക പദം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനേ ഇല്ലാണ്ടായി. ഞാൻ ആ ഭഗവാനിൽ വിലയിച്ച് ഭഗവാനെന്ന് വേറിട്ട് ഞാനാവട്ടെ, ഈ ലോകമാവട്ടെ, ഇല്ല ഭഗവന്മയം സംഭവം എന്ന് ആ അനുഭവം സ്വന്തം ഹൃദയത്തിൽ എപ്പോ അവന് ഉണ്ടായോ അതോടുകൂടി അവന്റെ അജ്ഞാനം നശിച്ചു. ജനനമരണങ്ങൾക്ക് കാരണമായ കർമ്മവാസനകളിൽ നിന്നൊക്കെ മുക്തായ സകല കർമ്മബന്ധങ്ങളിൽ മുക്തനായി. ക്ഷീയന്തേന്റെ അസ്യകർമാണ്. സാധാരണ ഒരാൾ മരിക്കുമ്പോ മുക്തനായി നമ്മൾ വിചാരിക്കുന്ന കാറ്റൊക്കെ ഇല്ല. ഇയാൾ ഇവിടുന്ന് പോകുമ്പോഴേക്കും ഇയാൾ ബാക്കി കർമ്മങ്ങളെ കാത്തു നിൽക്കേണ്ടത്, പുതിയ ശരീരമായിട്ട് തയ്യാറായിരിക്കേണ്ടത്. പുല്ലിൽ സഞ്ചരിക്കുന്ന അട്ട പിൻകാല് കുറച്ച് ഉറപ്പിച്ച് മുൻകാല് വേറൊരു പുല്ലിൽ ഉറപ്പിച്ചതിന് ശേഷം പിൻകാല് ഇങ്ങനെയല്ലേ ഇരിക്കുക, ഇങ്ങനെയായിരിക്കുക അല്ലേ? ഇങ്ങനെ ഈ ജീവനത്തിൽ വിടുമ്പോഴേക്കും പുതിയ ശരീരം തയ്യാറായിട്ടുണ്ട്, അങ്ങനെ പറയാം. എന്താ കാരണം? പ്രാരബ്ധമേ തീർന്നിട്ടുള്ള സഞ്ചിതം അവിടെ ഇരിക്കണേ. ആ സഞ്ചിതം എപ്പോഴാ പോവുക? ജ്ഞാനോദയ ഈശ്വര സാക്ഷാത്കാരം കൊണ്ടേ പോകും. പിന്നെ അതാ പുതിയ കർമ്മങ്ങളിൽ ഞാൻ ചെയ്യുന്നുള്ള അഭിമാനമില്ല. ആ മുക്തപുരുഷനിലോട് ഒരു തരത്തില പുതിയ കർമ്മങ്ങളില്ല. എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായി തീരുന്ന ആള് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം നേടി ധന്യാത്മാവ് മാത്രമാണ്.
അതോടെയോ അവന്റെ സകല പുണ്യവും ക്ഷയിച്ചു, പാപവും ക്ഷയിച്ചു. പുണ്യം ഉണ്ടായ കുഴപ്പമില്ല, പാപം ഉണ്ടായാൽ മാത്രമല്ലേ, പാപം ഉണ്ടായാൽ ദുഃഖം അനുഭവിക്കരുത്, പുണ്യം ഉണ്ടായാൽ സുഖം അനുഭവിക്കരുത്, രണ്ടും ദുഃഖമാണ്. അതുകൊണ്ട് പുണ്യവും പാപവും ഭഗവാൻ പാപം. ഇനി മരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം നാരായണജയ. ബഹുജന്മാർത്ഥ കർമ്മശേഷം തിരുമുൽക്കാഴ്ച നിനക്ക് വച്ചേ. എത്രയോ ജന്മങ്ങളായി ഞാൻ ആർജിച്ചു ഭഗവാൻ. എൻ്റെ സമ്പാദ്യം കുറേ ഉണ്ട് ബാങ്കില്. ഈ പൈസ അല്ല, ഇതിനേക്കാളും വലിയ സമ്പാദ്യം ദരിദ്രന് പോയിട്ടുണ്ട്. ബഹുജന്മാർജിത കർമ്മശേഷം തിരുമുൽക്കാഴ്ച നിനക്ക് വച്ചേ. എന്തിനാ ഭഗവാൻ കൊടുക്കണം? മതിയായി ഭഗവാൻ. ഈ ജനന മരണം, ജനിക്കുക, നിർമ്മിക്കുക, മരിക്കുക, നല്ല സംസാരം, പിന്നെ ജനിക്കുക. ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട, മതിയായി ഭഗവാൻ. പരിപാലയമാം നാരായണ. അതുകൊണ്ട് രാമായണത്തിൽ നമുക്ക് കാണാം, ശ്രീരാമസ്വാമി അയോധ്യയിൽ നിന്ന് സീതാപരിണയം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സംഘടനയില്ല പരശുരാമനായിട്ട്. ആള് മനസ്സിലായിപ്പോ രണ്ട് രാമൻ ഉള്ളപ്പോഴേ രണ്ട് രാമൻ ഉണ്ടോ, ഞാനല്ലാതെ വേറെ രാമൻ ഉണ്ടെന്ന് കേട്ടു. കാരണം ഞാൻ വാസ്തു രണ്ട് രാമൻ ഒരാളല്ലേ, ഈശ്വരനല്ലേ, ശരിയല്ലേ? രണ്ട് രാമൻ ഉണ്ടോ? പരശുരാമനായ ശ്രീരാമനായ ഒരേ ഭഗവാനല്ലേ. ആ തിരിച്ചറിവ് വന്നപ്പോഴോ ഓടം തിരിച്ചറിഞ്ഞോ? അപ്പോഴോ വേറെ പോയി മത്സരം പോയി, ശരിയല്ലേ? അപ്പോഴോ കുട്ടിക്കാലത്തെ പോയി തപസ് ചെയ്ത ആദ്യത്തെ പുണ്യുണ്ട് പരശുരാമന്റെ കൗളിൽ. പരശുരാമന്റെ നമ്മുടെ കയ്യിൽ രണ്ടും ഉണ്ടാവും, പക്ഷേ പരശുരാമന്റെ പുണ്യം മാത്രമേ ഉള്ളൂ, പാവയ്യ. അതുകൊണ്ട് രാമനാമയ്ക്ക് അമ്പെടുത്ത് ലക്ഷ്യം വെച്ചു, രാമന്റെ ലക്ഷ്യം കാണിക്കാൻ പറഞ്ഞു. പ്രതാപരാവിലെ രാമപാണെന്ന് അപ്പം ഞാൻ എത്രയോ കാലം തപസ് ചെയ്ത് ആർജിച്ചു കൂട്ടിയിട്ടുള്ള ആ പുണ്യത്തിനെ അവർക്ക് വാണത്തിൽ ലക്ഷ്യം തരുന്നു. അർത്ഥം തിരുമുൽക്കാഴ്ച നിനക്ക് വെച്ച് താൻ ആർജിച്ച പുണ്യം മുഴുവനും ഭഗവാന്റെ ബാണത്തിന് ലക്ഷ്യമാക്കിച്ചാൽ ഭഗവാന് സമർപ്പിച്ചു നടത്തും. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ സമർപ്പിക്കാൻ എടുത്തു സമർപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ ഈശ്വര ഭക്തി കൊണ്ട് മനസ്സിലമായി സ്വന്തം ഹൃദയത്തിൽ ഭഗവാൻ അനുഭവപ്പെടുമ്പോഴേ നമ്മളെല്ലാ കർമ്മബന്ധത്തിനും മുക്തനായി തീരുള്ളതാണ്. ക്ഷീയന്തേജാസ്യ കർമാണി, അവന്റെ കർമ്മങ്ങൾ മുഴുവനും നശിച്ചു, പുണ്യപാപ കർമ്മങ്ങളൊക്കെ തീർന്നു. ഇനി കർമ്മവാസനകളിലെ വാസനയാണ് പുതിയ ജന്മത്തിലുള്ള ബീജം, വിത്ത് വറുത്തു, കുറച്ച് പയറെടുത്ത് വറുത്തു, അല്ലെങ്കിൽ കുറച്ച് പുഴുങ്ങി, പിന്നെ അത് കുറച്ചൊക്കെ മണ്ണിലിട്ട് കുഴിച്ചിട്ടാണ് ചെടിയിലാവും. ഇതുപോലെ കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലോ ഒന്നാലും ചോദിക്കില്ലേ ഞാൻ പറയുന്നത്. ശരിയുമ്പോൾ കേൾക്കാൻ അവസരം ദിവസം യൂട്യൂബിൽ വരിക. ജന്മനാശം വരുത്തണമെങ്കിലോ കർമ്മബീജം വരട്ടിക്കളയണം. അതിനെന്താ വേണ്ടത്? ഭഗവാന്റെ ഭക്തി അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ. ഇതാണ് സർവർക്കും ആ എളുപ്പമായിട്ടുള്ള മാർഗമാണ് ഈ ഭക്തി. അട്ടെ അങ്ങനെ ആ ഭഗവാനിൽ അവന് ശാശ്വതമായിട്ടുള്ള ശാന്തി ലഭിക്കാൻ കഴിയും. ഇങ്ങനെ ഭാഗവതത്തിന്റെ സവിശേഷത എന്താ? ഭാഗവതം ആപാദമസ്തകം മധുരമാണ്, അമൃതമാണ്. തത്വവിചാരത്തിൽ ആ സാക്ഷാത്കാരത്തിൽ അമൃതമാണ്. പക്ഷെ അത് ശ്രമം വളരെ കഷ്ടം, ക്ലേശമാണ്. സുരസ്യധാര അതിലെ മൂർച്ചയുള്ള വാളിന്റെ തലയിൽ കൂടി നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ മതിൽ വഴി കാറ്റ് പറഞ്ഞ് പോകില്ലേ, അതുമാതിരിയാണ്. പക്ഷെ എവിടെയോ ഇവിടെ ദ്വേഷ അമൃത, രണ്ടു തരത്തിൽ അമൃത. എന്താ? ഈ സാധന തന്നെ അമൃതാണ്. എന്താ? ഭഗവാന്റെ കഥ കേൾക്കണം, സുഖമായി കഴിയില്ലേ? ഭഗവാന്റെ കഥാശ്രവണം, നാമജപം, ഭഗവാന്റെ പൂജനം, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ഭഗവാന്റെ സ്മരണ രൂപേണ ഇതൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യം സാധാരണ മറ്റ് സാധനങ്ങളെ അപേക്ഷിച്ച്. അപ്പൊ അമൃതാനുഭൂതിക്ക് സാധനമായതുകൊണ്ടും അസാധാരണ മാധുര്യം, ആനന്ദം, രസം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും അവസാനം ആ അമൃതാനുഭൂതിയെ, ഭക്ഷണാനുഭൂതിയെ തരുന്നത് കൊണ്ടും ഈ ഭാഗവതം രണ്ടു തരത്തിലാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം. എന്താണ് ഈ ഭാഗവതം? അമൃതദ്രവ സംയുതം. അമൃതദ്രവം, അമൃതരസം കലർന്ന രസം തന്നെയാണ് ഈ ഭാഗവതം. നിഗമകൽപ്പതരോ ലളിതം ഫലം. വേദങ്ങളാവുന്ന കൽപ്പവൃക്ഷത്തെ മൂത്തുപഴുത്ത പഴമാണ് ഭാഗവതം. വേദസാരമാണ് ഭാഗവതം, വേദാർത്ഥമാണ് ഭാഗവതം. നിഗമകൽപ്പതരോ ലളിതം,
ഒരു വൃക്ഷം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ പൂക്കണമില്ല കായ്ക്കണമില്ല എങ്കിൽ ആ മരം കൊണ്ട് നട്ട് വളർത്തിയിട്ട് കാര്യമില്ല. പഴം കിട്ടാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പഴം ഉണ്ടാകും, പഴം കളഞ്ഞിട്ടോ നമ്മൾ അതിന് തൊലിയേറ്റി കളഞ്ഞു, കൂടി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു, അതിൽ കഴിക്കാം. ആ ഈ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ മൂത്തുപഴുത്ത മധുരരസം നടന്നു നിൽക്കുന്ന ഈ ഭാഗവതമാകുന്ന പഴത്തിൽ കളയാൻ കുരുവില്ല, കളയാൻ തൊലിയില്ല. അതാണ് രസം മാത്രം. അമൃതരസം നമ്മളായില്ല. അമൃതദ്രവ സംഗീതം പിബത, കുടിക്കൂ കുടിക്കൂ കുടിക്കൂ, ജ്യൂസ് യൂസ് ഈ ഫ്രൂട്ട്. ഇതുവരെ ആലയം പൂർണ്ണമായി ഞാനെന്ന വ്യക്തിത്വം ഭഗവാനിലേക്ക് പരീക്ഷത്ത് ഭഗവത് കഥ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ശിവാകർഷി ഇടയ്ക്ക് നിർത്തി. എന്നിട്ട് ഭഗവാന്റെ അവതാരം അവിടെ വരെ വിസ്തരിച്ചു കൊണ്ടു. കൃഷ്ണാവതാരം 4 ദിവസം കഴിഞ്ഞാലേ കൊണ്ട് വേഗം ചുരുങ്ങി. ഒറ്റ ശ്വാസത്തിന് കൃഷ്ണൻ അവതരിച്ചു മധുരയിൽ കൽപ്പുത്രത്തിൽ. പിന്നെയോ ആ പാടിയിൽ പോയി കൃഷ്ണനെ ഭയപ്പെട്ടെന്നാണ്. അവിടെ 12 വർഷം കഴിഞ്ഞു. പിന്നെ മധുരയിൽ തിരിച്ചു വന്നു. പിന്നെ 10 ജനങ്ങളെയൊക്കെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി. പിന്നെ പല ആൾക്കാരെയും അടിമത്തത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ചു. അതിനുശേഷം അപ്പോഴേക്കും ദ്വാരകയിൽ പോയി. പിന്നെ ഭാരതയുദ്ധം, പിന്നെ തേക്കൂട്ട് ജീവിതം, പിന്നെ വിവാഹം ഇതൊക്കെ കഴിഞ്ഞു. സാരം ഭഗവാന്റെ വംശത്തെ ഭഗവാൻ സ്വതാന്ത്രയിൽ പോയി. ഒരു ശാസ്ത്രം പരീക്ഷത്ത് മഹാരാജ പരീക്ഷത്ത് 4 ദിവസമായിട്ട് വിശപ്പും ദാഹം കേട്ടിരിക്കുന്ന ആളല്ലേ വിചാരിച്ചതായിരിക്കും. ഒരു നാളത്തിരിക്കുന്നു വിചാരിച്ചപ്പോ എന്ന് വിചാരിച്ചിട്ട് പരീക്ഷത്ത് പറഞ്ഞു, നൈഷാദി ഉത്സഹാക്ഷുന്മ തെക്തോദം വിവാദതേ പിബന്ധം തന്മുഖാം ബോധച്യുതം ഹരികഥാമൃതം. ഭഗവാനെ നാഥ, അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഭഗവത് കഥാ പീയൂഷ അമൃതം. അമൃത കഴിക്കുന്ന പക്ഷി ഉണ്ടാവോ? ഭഗവത് കഥ അമൃതമാണ്. അമൃതാധരണ സമയം എന്ന് പറഞ്ഞതിന് പ്രമാണം. അത് ആസ്വദിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കണ എന്നെ വിശപ്പോ ദാഹമോ ക്ഷീണമോ ഉപദ്രവിക്കുന്നില്ല. ഭാഗവതത്തിന്റെ ആ സവിശേഷത. വയൻ ഋഷിമാര് പറഞ്ഞു, ശകലകാലി മഹർഷിമാര് പറയാണ് സൂര്യനോട്, വയന്തുരവിതൃപ്യ ഉത്തമ ശ്ലോക വിക്രമേ യശ്വന്വതാം സ്വാദു സ്വാദു പതേ പതേ. സൂത, ഞങ്ങൾ എത്രയോ കേട്ടതായി ഭഗവാന്റെ കഥ മതിയാവില്ല. തോറും സ്വാദു കൂടി കൂടി വരും. അടിക്കടി ഏൽക്കുമേൽ ആ സ്വാദും പ്രേമം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വീണ്ടും 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 പറഞ്ഞു തന്നാലും. ഈ ശ്ലോകങ്ങളൊക്കെ ഭാഗവതത്തിന്റെ അസാധാരണ മാധുര്യത്തെ, അതിന്റെ അമൃതരസത്തെ സൂചിപ്പിച്ചതാണ്. ഭാഗവതത്തിന്റെ പ്രത്യേക മാധുര്യം എന്താന്ന് വെച്ചാൽ, ഭഗവാന്റെ അവതാര കഥകള് മനോഹരമായി വർണ്ണിച്ച് ആ ഭക്തിരസം ആ ഭക്തി കഥകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിച്ച് നമ്മളെ ഭഗവാനിലേക്ക് വെക്കുന്നത്. അതാണ് ഇതിന്റെ അസാധാരണ മാധുര്യം. വേറെ ഇതിൽ എവിടെയില്ല. 18 പുരാണങ്ങള് ഉണ്ടെങ്കിലും ആ 18 പുരാണങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് ഈ പരമതത്വത്തെ ഇത്രയും സ്പഷ്ടമായി പ്രകാശിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം, ഒരു പുരാണം ഭാഗവതം പറയും. അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ ആശ്രയിക്കൂ ആശ്രയിക്കൂ, പിബത ഭാഗവതം പിബത ഭാഗവതം എന്ന് ഭാഗവതകാരൻ പറയാം. അപ്പൊ അമൃതത്വ പ്രാപ്തിക്കുള്ള പ്രധാന ആശ്രയം അവലംബമാക്കി ഭാഗവതത്തെ മാറ്റുന്നത് ഈ സവിശേഷതയാണ്. മാത്രമല്ല ഇനിയും പറയുന്നത് യസ്വാനുഭാവം അഖിലശ്രുതി സാരമേകം. അഖിലശ്രുതികളുടെയും സാരമാണ് ഭാഗവതം. അപ്പൊ ഭാഗവതം എന്താണ്? ശ്രുതി തന്നെ, വേദം തന്നെ. അഖിലശ്രുതിയുടെയും സാരം, ഏകസാരം, അതാണ് ഭാഗവതം. അത് സ്വാനുഭാവം, തന്റെ അനുഭവമാണ് പ്രകാശിപ്പിച്ചിട്ടുള്ളത്. വ്യാസൻ സ്വാനുഭവത്തിലൂടെയാണ് ഇത് ശുഗന് പറഞ്ഞത്. ശുഗൻ സ്വാനുഭവമാണ്. ശുഗൻ അനുഭവിച്ചാണ് പരീക്ഷത്തിന് പറഞ്ഞത്. അങ്ങനെയുള്ളതാണ് അർത്ഥം. ശ്രീധരാചാര്യ സ്വാമി പറഞ്ഞു, സ്വാനുഭാവം നിജ അസാധാരണ അനുഭാവ. കർമ്മകാണ്ഡത്തിലും ജ്ഞാനകാണ്ഡത്തിലും അടങ്ങിയിട്ടുള്ള തത്വങ്ങളുടെ സാരം സംഗ്രഹിച്ച്
കഥകളുടെയും ഉപകഥകളുടെയൊക്കെ രൂപത്തിൽ വിശദമായി പ്രതിപാദിച്ച് ആ ശ്രുതി താല്പര്യത്തെ, ശ്രുതി സാരത്തെ, വേദാർത്ഥത്തെ വളരെ ലളിതമാക്കി എന്നാൽ വിശദമായി വിദഗ്ധമായി ആ സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കുന്ന അധ്യാത്മദീപമാണ്. അധ്യാത്മദീപം എന്നാണല്ലോ ഇരട്ടത്ത് പോകുമ്പോൾ ഒരു വെളിച്ചുണ്ടായിരുന്നതാ അല്ലേ? നമ്മുടെ ആത്മീയ യാത്രയിൽ അല്ലെങ്കിൽ സത്യാന്വേഷണ പാതയിൽ അവന് എന്താ ഗൈഡൻസ്? ഗൈഡ് എന്താ പറയാ? ദീപമാണ്, അധ്യാത്മദീപം. സ്പിരിച്വാലിറ്റി അതിദീർഘതാന്തമോന്ധം. ഓ, ഒരു ഇരുട്ടുകൾ കാട്ടിലൂടെ പോണ മാതിരിയാണ് സംസാരത്തിന്റെ ഭവ അടവി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഉപമിച്ചിരിക്കുന്നത് കവികൾ ഭാഗവത്തിൽ തന്നെ സംസാരം അടവിക്ക് തുല്യമാണ്. ഇരുട്ട ഒരു കാട്ടിലൂടെ പോണ ഒരാൾക്ക് നല്ല വെളിച്ചം വേണം. കയ്യില് അതേ വഴിയിലുള്ള ബന്ധുക്കളെ ഇടപെടാൻ പറ്റുള്ളൂ. അതിന്റെ ദൃഷ്ടത ഈ അജ്ഞാന അന്ധകാരം എത്രയോ ജന്മങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുക, പേരിക്കൊണ്ട് നടക്കുക. ഇതിനെ അധിവർത്തിച്ചിട്ട് അപ്പുറത്ത് ആ ഹൃദയേശ്വരനെ സാക്ഷാത്കരിക്കണം, അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ബ്രഹ്മർഷി തന്ന അധ്യാത്മദീപമാണ് ഈ ശ്രീമദ് ഭാഗവതം. സംസാരിണാം കരുണയാഹ പുരാണ മുഖ്യം. നമ്മളോടുള്ള അപാരമായ കരുണയാണ് മഹാന്മാർക്ക് സജ്ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം. ഈ ദീപത്തെ വിളക്കിൽ തിരിയിട്ടു നമ്മൾ എണ്ണ വെച്ച് കത്തിക്കൂലേ? ഈ അധ്യാത്മദീപമാണ് ഭാഗവതം. ഇതിലത്തെ തിരി എന്താ? ഇതിൽ തിരികളെന്താ? ഭഗവാന്റെ അവതാര ലീലകൾ, അവതാര കഥകളാവുന്ന തിരി. അതിൽ പറഞ്ഞിട്ടുള്ള എണ്ണ നെയ്യത പരമപ്രേമ രൂപമായ ഓയില. പരമപ്രേമമാണ്, ഭക്തിയാണ് ഇതിന്റെ, ഭക്തിയാണ് ഇതിലത്തെ നെയ്യ് അല്ലെങ്കിൽ എണ്ണ. ഭഗവത് അവതാര കഥകളാണ് ഇതിലത്തെ തിരികൾ. അതിലൂടെ പുറത്തേക്ക് വരുന്ന ആ പ്രകാശമേതാ? ജ്ഞാനപ്രകാശം. ആധ്യാത്മദീപം, ഭാഗവതമാകുന്ന അധ്യാത്മദീപം ലോകത്തിന് ചൊരിയുന്ന ആ ലൈറ്റ് ജ്ഞാനപ്രകാശമാണ്. പ്രേമത്തിൽ നടന്നു നിൽക്കുന്ന ആ പ്രകാശമാണ്, ജ്ഞാനപ്രകാശമാണ്. ഇതുകൊണ്ട് ഇതിന്റെ ഹൃദയ കൂടും. ഗുലാബ് ജാമുനോട് ഉപയോഗിക്കാം ഭാഗവത്തെ. മറ്റൊക്കെ വെറും ഡ്രൈ മാത്രമാണ്. ഇതൊക്കെ ഇല്ല, ഇത് നല്ല നെയ്യിൽ വറുത്തിട്ട് നല്ല പഞ്ചസാര കുഴമ്പിലിട്ട് വെച്ചാൽ ഭക്തിയാവുന്ന പഞ്ചസാര കുഴമ്പില്ല, ജ്ഞാനമാവുന്ന നെയ്യ് വറുത്തിട്ട് വെച്ചിരിക്കാൻ പറ്റും. ആത്മതത്വമാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിന് സവിശേഷത മറ്റു ഗ്രന്ഥങ്ങളെ കാണുന്നത്. ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ജന്മാദ്യസ്യ യഥാന്നുള്ള ശ്ലോകമുണ്ട്. ഈ ജന്മാത് നമുക്ക് കാണാം. ജന്മാദ്യസ്യ യഥാ എന്നുള്ളത് ഈ ഉപനിഷത്തുക്കളുടെ മുഴുവനും സാരത്തെ സമന്വയിപ്പിച്ച് ഭഗവാൻ വേദവ്യാസ മഹർഷിയായിട്ടുള്ള ബ്രഹ്മസൂത്രത്തിലത്തെ രണ്ടാമത്തെ സൂത്രമാണ്. ഒന്നാമത്തെ സൂത്രം അധികാരിയെ കുറിച്ച് പറയുന്നത്, അതാതോ ബ്രഹ്മജിജ്ഞാസ. അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ സൂത്രം എന്താ? അതാണ് ജന്മാദ്യസ്യ യഥാ. അപ്പൊ ഭാഗവതത്തിൽ വന്നപ്പോ അച്ഛൻ അതാതോ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇനി നമുക്ക് ബ്രഹ്മവിചാരം ചെയ്യാം. ബ്രഹ്മജിജ്ഞ. ഇനിയിപ്പോ നമുക്ക് ബ്രഹ്മാന്വേഷണം ആരംഭിക്കാം, സത്യാന്വേഷണം തുടങ്ങാമെന്നാണ് ചർച്ച. ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ അർത്ഥം സാധന ചതുർത്ഥ സമ്പത്തൊക്കെ നേടി ശൈവരക്തനൊക്കെ ആയിട്ടുള്ള ആ ആളെ അത് നേടിയതിനു ശേഷം നമ്മുടെ അർത്ഥം. ഭാഗവതത്തിൽ വന്നപ്പോഴോ ശിവമഹർഷി അതല്ലെങ്കിൽ വേദവ്യാസ മഹർഷി ആ അതാതെ എടുത്തോളും. ആ ആളിനെ ഉപയോഗിക്കണം. എന്താ കാരണം? അതിൽ അധികാരം വേണം. ഇവിടെ അധികാരം വേണ്ട, ഓപ്പൺ സ്കൂളാണ്, എല്ലാവർക്കും വരാം. പ്രായഭേദമില്ല ഇവിടെ. മറ്റേ സ്കൂളിലൊക്കെ പോയി പ്രായം കഴിഞ്ഞാൽ പിന്നെ കക്ഷി ക്ലാസ് എഴുതില്ല അല്ലേ? ഇവിടെ അങ്ങനെയല്ല, എല്ലാവർക്കും വരാം. അതാതൊരു ബ്രഹ്മാദ്യസേതാണ് തുടങ്ങുന്നത്. അപ്പൊ വിഷയം എന്താ? എല്ലാത്തിൻ്റെയും ഒന്ന് തന്നെ. ബ്രഹ്മസൂത്രത്തിൽ ഏതൊരു പരമസത്യത്തെ കുറിച്ച് പറഞ്ഞോ അത് തന്നെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. തസ്മൈയേന വിവാസിതോയ മകൻ ജ്ഞാനപ്രദീപം പുരാമൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? തദ്രൂപേണ നാരദായ മനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ ആത്മനാഥ ഭഗവത്ജാതായ കാരുണ്യത തശുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി. എന്താണ് ഈ ഭാഗവതത്തിൽ പറഞ്ഞത്? പരമമായ സത്യം എന്താന്ന് പറയുന്നത്. ഈ ഭാഗവതം എന്ന നിസ്തുല ജ്ഞാനദീപം ആദ്യം കസ്മയ്യേന വിഭാസിതോയം കസ്മിക് ബ്രഹ്മവും
ബ്രഹ്മാവിന് ഭഗവാൻ നാരായണ ഭഗവാൻ ഉദ്ദേശിച്ചു. പിന്നീടോ ആ നാരായണ സ്വരൂപം സാക്ഷാത്കരിച്ച ആ ബ്രഹ്മാവ് നാരദനും, നാരദൻ വ്യാസനും, വ്യാസൻ യോഗീന്ദ്രനും പരീക്ഷയും ശുഭനും, ശുഭൻ പരീക്ഷനും പ്രകാശിപ്പിച്ചു കൊടുക്കുക. അത്യന്തം പരിശുദ്ധമാണ്, തത്ശുദ്ധം, വിമലം, നിർമ്മലമാണ്. വിശോകം സർവ ദുഃഖത്തെ നശിപ്പിക്കുന്നതാണ്. അമൃതം, അമൃത അനുഭവത്തിൽ തരുന്നത്, ആനന്ദാനുഭവത്തിൽ തരുന്നത്, പരമസുഖത്തെ തരുന്നത്. അങ്ങനെയുള്ള ആ പരമസത്യത്തെ നമ്മൾ ധ്യാനിക്കുന്നു. ആ പരമസത്യമാണ് ഭാഗവതത്തിലെ പ്രതിപാദ്യം. ആ പരമസത്യം തന്നെയാണ് വേദത്തിന്റെ പ്രതിപാദ്യം, ബ്രഹ്മസൂത്രത്തിന്റെ പ്രതിപാദ്യം, ഉപനിഷത്തുക്കളുടെ പ്രതിപാദ്യം. 7 ദിവസം ഭാഗവതോപദേശം കഴിഞ്ഞിട്ട് സുഖാചാര്യം കൊടുക്കണം ബ്രഹ്മോപദേശം. എന്താ ഉപദേശം? അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മനി ആദായ നിഷ്കളേ. ഇത് ഞാൻ ആ പരമ സത്യമായ ബ്രഹ്മമാണ്, ആ പരമസത്യമായ ബ്രഹ്മം തന്നെ ഞാൻ എന്ന് ഭാവന ചെയ്യൂ. അങ്ങനെ ആ ആത്മസ്വരൂപനായ തന്നിൽ ഈ കാണുന്ന സമസ്ത പ്രപഞ്ചവും നിലകൊള്ളുന്നു. അതിന് ഭിന്നമായിട്ട് പ്രപഞ്ചമില്ല എന്ന് മനസ്സിലാക്കൂ. അങ്ങനെ വരുമ്പോഴോ ദശന്തം തക്ഷകം പാവേ ദേവിഹാനം വിഷാനനൈ നദ്രക്ഷരീരഞ്ജ വിശ്വജാത്മനഃ. ഇപ്രകാരമുള്ള ആത്മതത്വത്തെ താനെന്ന് ബോധിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഈ കാണുന്ന ലോകമാവട്ടെ, കളിക്കാൻ വരുന്ന തക്ഷകനാവട്ടെ, തൻ്റെ ഈ ദേഹമാവട്ടെ, ആ ആത്മാവിന് ഭിന്നല്ല, ഭഗവാന് ഭിന്നല്ല. സർവം ബ്രഹ്മമയം, സർവം വിഷ്ണുമയം, സർവം ഈശാവാസിതം സർവം എന്ന അനുഭൂതിയാണ്. ഇതാണ് പരീക്ഷന്റെ ഭാഗവതത്തിലൂടെ കിട്ടിയത്, പുറത്തത് ലക്ഷ്യമൊന്നല്ലേ. പക്ഷേ മാർഗത്തിൽ വളരെ വ്യത്യാസമുണ്ട്. മാർഗത്തിൽ സുലഭമാണ്. ഇവിടെ അധികാരി ഭേദമില്ല, എല്ലാവർക്കും കടന്നു വരാം. അപ്പൊ അദ്വൈത അനുഭൂതിയാണ് ലക്ഷ്യം ഭാഗവതത്തിന്റെ. പക്ഷേ മാർഗത്തിൽ ഭക്തിയിലൂടെ ആ വേദാർത്ഥത്തെ വിസ്തരിക്കുകയാണ്, അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അത് അനുഭവപ്പെടുത്തി കൊടുക്കുകയാണ് ഭാഗവതം. അതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. പിന്നെയും ഒരു ഗ്രന്ഥത്തിന്റെ താല്പര്യം എന്താണ് നിശ്ചയിക്കുന്നത്? ചില ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ്. സാധാരണ സപ്താഹത്തിൽ നമ്മളിത് പറയാൻ പോയില്ല, നേരത്തില്ല. ഇപ്പൊ നമ്മൾക്ക് ഓടിപ്പോണ്ട ആവശ്യമില്ല. ഭാഗവതം എടുത്ത് നമുക്ക് ഇങ്ങനെ കുറേശ്ശെ ആസ്വദിക്കാം. എപ്പോ തീരണത് ഇവിടെ പ്രശ്നമില്ല. ഭഗവാനെ കുറിച്ച് സ്മരിക്കുക, ഭഗവാന്റെ സ്മരണയിൽ ഇങ്ങനെ ആനന്ദിക്കുക, അതാണ്. ഭഗവാൻ എന്നോട് പറഞ്ഞത് ഭാഗവത്തെ മുഴുവിപ്പിച്ചോളാം. ഭഗവാൻ തോണിയിൽ കൃഷ്ണ വലയത്തിൽ പെട്ടു കഴിഞ്ഞു. എന്റെ വലയത്തിൽ പെട്ടു കഴിഞ്ഞു, തോണിയിലാക്കിയതായതുണ്ട്, നീ അവിടെ എത്തിക്കോളും. ഭാഗവത്തെ മുഴുവിപ്പിക്കാൻ, അതാണ് ഇങ്ങനെ തുടങ്ങുന്ന ആരംഭിക്കാൻ കൂടി കാരണം. ഭാഗവത്തെ മുഴുവിപ്പിച്ചെല്ലാം, ഭാഗവത്തിലെല്ലാം സർവവേദാന്ത സാരമാണ്. 18 അധ്യായമാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ഉപദേശമാണ്. ഭഗവാൻ പറഞ്ഞതാണ് ഭഗവത്ഗീത. ആ പറഞ്ഞ ഭഗവാന്റെ ജീവിതമാണ് ഭാഗവതം. പറഞ്ഞയാളുടെ ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ ഉപദേശം വേഗം ഉൾക്കൊള്ളാം. ഈ പറഞ്ഞയാളെ നമുക്ക് പരിചയമില്ല, അറിയില്ല. ഈ ഉപദേശം മാത്രം ഇങ്ങനെ കൈകാട്ട് പിടിച്ച് വെറും ഫിലോസഫി മാത്രമായിട്ട് മനസ്സിലായോ? ആ ഭഗവാന്റെ ജീവിതമാണ് ഭഗവാന്റെ സന്ദേശം. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു മുഴുവൻ ഇതാ ഭാഗവതത്തിൽ നമുക്ക് കാണാം. ഭഗവാൻ ഗീതയിൽ ഭഗവാൻ അനുഭവിച്ച് കാണുന്നത് 18 അധ്യായമുള്ള ഭഗവത്ഗീതയുടെ വിസ്തൃതമായ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് ഗുരുയെ പോലെയുള്ള മഹാത്മാക്കളൊക്കെ പറയുന്നത്. ഓഡിയോ വിഷ്വൽ ഡെമോൺസ്ട്രേഷൻ ആണ് ഗുരു പറഞ്ഞത്. വീഡിയോ കാണുമ്പോഴല്ലേ ആൾക്കാർക്ക് കൂടുതൽ ഹൃദ്യമാവുന്നത്, ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കണേക്കാളും അല്ലേ. 18 അധ്യായത്തിൽ പറഞ്ഞ ആ ഗീതാതത്വം എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി 18,000 ശ്ലോകമുള്ള ഭാഗവതമായിട്ട് വേദവ്യാസമഹർഷി ഗ്രഹിച്ചു. അപ്പോൾ അതിനൊരു പദ്ധതിയുണ്ട്. ശാസ്ത്രാർത്ഥം എന്താണ് എന്ന് ഗ്രഹിക്കുക, അതിനൊരു പദ്ധതിയുണ്ട്. എന്താ പദ്ധതി? 6 ലിംഗങ്ങളുണ്ട് പറയാം. ഷഡ് ലിംഗം താല്പര്യം നിർണ്ണയം. ഒരു ഗ്രന്ഥത്തിന്റെ താല്പര്യം നിശ്ചയിക്കുന്നത്, നിർണ്ണയിക്കുന്നതിൽ 6 കാര്യങ്ങളാണ്. ഉപക്രമോപസംഹാരോ അഭ്യാസോ അപൂർവതാഫലം അർത്ഥപാദോപലബ്ധീജാലിംഗം. താല്പര്യ നിർണ്ണയം സാധാരണ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിപ്പിക്കും. ഇപ്പൊ നമുക്കൊന്ന് നോക്കാം. ഭാഗവതത്തിൽ തന്നെയാണ് ഉപക്രമവും ഉപസംഹാരവും. ഉപക്രമം പറഞ്ഞാലോ എന്തിനെ കുറിച്ചാണോ ആരെങ്കിലും പറയാൻ തുടങ്ങിയത് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കാൻ.
ഉദാഹരണം ഒരാളൊരു ടോക്ക് തുടങ്ങി, ഒരു പ്രഭാഷണം ആരംഭിച്ചു. അയാൾ ഒരു വിഷയം പറഞ്ഞ് ആരംഭിച്ചു. അതിനിടയിൽ അയാൾ പലതും പറഞ്ഞു. അവസാനിപ്പിക്കുന്നത് ഏതൊന്നിനെയും പറഞ്ഞു തുടങ്ങിയോ അതിനെ തന്നെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ടാണ്. അതിനെ സ്ഥാപിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അതിന്റെ മാഹാത്മ്യം പറയും, അതിന്റെ അപൂർവത സ്പെഷ്യാലിറ്റി പറയും, ഇതിന്റെ പ്രയോജനത്തെ കുറിച്ച് പറയും. അങ്ങനെയാണ്. അല്ലെങ്കിലോ ഒരു വിഷയത്തിൽ തുടങ്ങി എവിടേക്കോ കാട് കയറി പോയി എവിടെയോ അവസാനിച്ചു. അങ്ങനെയാവാൻ പാടില്ല. പ്രഭാഷണത്തിനൊക്കെ ഉണ്ട് ഈ ഒരു നിയമം. ഗ്രന്ഥം എഴുതുമ്പോൾ അതിനെ നിയമമുണ്ട്. ഗ്രന്ഥം പുസ്തകത്തിൽ മറ്റു വായോട് പറയുമ്പോഴും ജനങ്ങളുടെ ഹൃദയം എടുത്ത് വച്ചു വയ്ക്കണമല്ലോ. അപ്പോൾ ഉപക്രമവും ഉപസംഹാരവും ഈ പ്രമാണപ്രകാരം ഐകരൂപം ഉണ്ടാവണം. ഒന്നായിരിക്കും. രണ്ടാമത് അഭ്യാസം. അഭ്യാസം എന്ന് പറഞ്ഞാലോ അതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയും. ഏതൊന്നിനെ കുറിച്ചാണോ ആ ഗ്രന്ഥത്തിലൂടെ എഴുതാൻ ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രോതാക്കളെയും വക്താക്കളെ പഠിതാക്കളെ മനസ്സിലാക്കാൻ വിചാരിക്കുന്നത് അതിനെ ആവർത്തിച്ച് പറയും. പ്രഭാഷണത്തിലായിട്ട്. പിന്നെ അപൂർവത, അതിന്റെ പുതുമ. എന്താ ഇതിന്റെ പുതുമ? ഇതിന്റെ മാഹാത്മ്യം, ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഈ ഭാഗവതത്തിന്റെ മാത്രം പുതുമ സ്പെഷ്യാലിറ്റി എന്താ? മറ്റൊന്നിനും ഇല്ലാത്തത് അത് പറയാം. പിന്നെയോ ഫലം. എന്താ പോയി ഇതുകൊണ്ടൊരു പ്രയോജനം? എന്തായാലും കിട്ടുക. അർത്ഥവാദം. അർത്ഥവാദം എന്ന് പറഞ്ഞാല് ഒന്ന് അതിന്റെ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുക നേരിട്ട്. മറ്റൊന്ന് ഇതിന്റെ മഹത്വം വേറൊന്നിനും ഇല്ലാന്ന് മറ്റൊന്നിനെ നിന്ദിച്ച് തരം താഴ്ത്തി പറയാം. ഒരാളെ പ്രൈസ്, അർത്ഥവാദം എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്നാണ്, തുരീനാണ് അർത്ഥം ശരിക്കും. ഇപ്പൊ ഒരു വ്യക്തി ഇയാൾ കേവനാണ്, ഇയാളുടെ മുഖങ്ങളൊക്കെ ഇയാളെ പോലെ ഒരാളില്ല എന്നൊക്കെ പറയാം. അതൊരു തരം സ്തുതിയാണ്. അതെന്താ? ഇയാള് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള നല്ല സേവനമൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് നല്ല സ്വഭാവമുള്ള മറ്റൊരാളൊക്കെ പോലെ പോകാം നഷ്ടത്തിലൊക്കെ ചിന്തിച്ചു പറയാം. അതൊരു തരം ഇയാളെ മഹിമയെ പ്രകീർത്തിക്കുക തന്നെയാണ്. അപ്പൊ അത് അർത്ഥവാദം. പിന്നെ ഉപപത്തി. ഉപപത്തി യുക്തി. എന്തായാലും യുക്തി ഈ ലക്ഷണങ്ങളൊക്കെ ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്താ തുടങ്ങിയത് ഭാഗവത്തിലെ? ഒന്നാമത്തെ ശ്ലോകം, ജന്മാദ്യ ശ്ലോകത്തിൽ ലക്ഷ്യം പറയാം, വസ്തു നിർദ്ദേശം എന്നാണ് പറയാം. ഈ ഗ്രന്ഥത്തിൽ ഏതൊരു വസ്തുവിനെ കുറിച്ച് പറയാൻ പോകുന്ന ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. സത്യം പരം ദേവി പരമസത്യത്തെ പ്രപഞ്ചം ആരുമുണ്ടായി, ആര് നിലനിൽക്കുന്നു, ആരിൽ ലയിക്കുന്നു, ആരാണോ എല്ലാ സൃഷ്ടിയിലെ വികാരങ്ങളിലും അന്തര്യാമിയായിരുന്നു സാന്നിധ്യം കൊണ്ട് എല്ലാ ദൈവനോബുദ്ധികളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവന്മാർ പോലും ആരെ അറിയാൻ വേണ്ടി ക്ഷമിച്ചിട്ട് അവർക്ക് പറ്റണില്ലയോ? അങ്ങനെയുള്ള ആ പരമസത്യ സ്വരൂപനെ ധ്യാനിക്കുന്നു. അതിന്റെ മാർഗം എന്താ? മാർഗം രണ്ടാം ശാസ്ത്രമാണ്. ധർമ്മപ്രോഹിത കൈതവോത്രപരമോ നിർമ്മത്സരാണാം സദാവേദ്യം വാസ്തവമത്ര വസ്തു ശിവതന്ത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംവാവരൈഹി ഈശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യതേ അത്ര കൃതി ശുശ്രൂഷി തൽക്ഷണാത്. മഹാമുനിയായ ശ്രീ വേദവ്യാസ മഹർഷി എഴുതിയ ഈ ഭാഗവത്തില് എന്താ പ്രതിപാദിച്ചിരുന്നത്? പരമമായ ഭക്തി, നിഷ്കാമ ഭക്തിയാണ് പറയുന്നത്. നിഷ്കപടമായിട്ടുള്ളതായ കൈതവമില്ലാത്ത പരമധർമ്മം. ഇവിടെ ധർമ്മധർമ്മം ഭക്തിയാണ്. അത് മത്സര്യാദി ദോഷങ്ങളില്ലാത്ത, കാമക്രോധാദികളോ മതമത്സരങ്ങളോ ഇല്ലാത്ത സജ്ജനങ്ങൾക്ക് പരമാനന്ദാനുഭൂതി കൊടുക്കുന്നതാണ്. പല സ്വന്തം ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള പരമാർത്ഥ വസ്തു പരമാത്മ ഭഗവാനെയാണ് ഈ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരമസത്യം, ആ പരമാനന്ദ അനുഭവം ഈ ഭാഗവതം ഒന്നുകൊണ്ട് കിട്ടുന്നിരിക്കെ പിന്നെ മറ്റ് ഗ്രന്ഥങ്ങളുടെ ആശ്രയിക്കേണ്ട ആവശ്യം ഉണ്ടാകും. മാത്രമല്ല സുഹൃതികളാണെങ്കിൽ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ അനുഭൂതി ഉണ്ടാവും. തൽക്ഷണാ സദ്യ ഹൃദി അവരുദ്ധ്യതേ. പരീക്ഷത്തിനെ പോലെ പരമഭക്തനും വിഷയങ്ങളിൽ പരമവിരക്തിയുള്ള ആളാണെങ്കിൽ ശ്രവണം കേട്ടു ഉടനെ ജീവൻ മുക്തനായി നമുക്ക് ഭഗവാൻ ലയിച്ചു. സദ്യോഹൃതി അവരുദ്ധ്യതേ എന്നാണ്. ഉടനെ തന്നെ ഹൃദയത്തിൽ പുണ്യശാലികളായ ശ്രോതാക്കൾക്ക് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ഇതില് എന്താണ് പറഞ്ഞത്? ഉപക്രമ ശ്ലോകം, ധർമ്മപ്രോചിത എന്നുള്ള ആ ശ്ലോകമാണ്. അതില് നിഷ്കപടമായിട്ടുള്ളതായ ഭക്തിയെയാണ് പരമധർമ്മമായിട്ട് പറഞ്ഞത്. എന്താണ് ഇവിടുത്തെ ഭക്തിയുടെ സവിശേഷത? ഇവിടുത്തെ
ഭക്തി യാതൊന്നിനും വേണ്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്തി കപടമായി. അതാണ് കൈതവമില്ലാത്ത ഭക്തി. കൈതവമില്ലാത്ത പരമധർമ്മമാണ് ഭക്തി, നിഷ്കപട ഭക്തി എന്നർത്ഥം. ശീലരാചാര്യസ്വാമികളുടെ വ്യാഖ്യാനമാണ് ഭാഗവതത്തിന് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്, എല്ലാവരും ആശ്രയിക്കുന്നത്. അവിടുന്ന് പറയണു, ഈ ശ്രീമദ് ഭാഗവതം മോക്ഷത്തിലുള്ള ആഗ്രഹം പോലും ഇല്ലാത്തതാണ്. മോക്ഷം വേണമെന്ന് പോലും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. ഉത്തമ ഭക്തന്മാരുടെ കഥ അങ്ങനെയാണ്. ഭഗവത് കാണാം, വൃത്രാസുരൻ പരമഭക്തൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ എനിക്ക് മോക്ഷം വേണ്ട, എന്നാ അവരഭവ മോക്ഷം വേണ്ട, പിന്നെ വേണ്ടേ ഈ ഭൗമിയിലെ ചക്രവർത്തി പദമോ അല്ലെങ്കിൽ ഇന്ദ്രപദവിയോ സ്വർഗപദവിയോ ബ്രഹ്മപദവിയോ ഐശ്വര്യങ്ങളും എനിക്ക് അങ്ങനെ മാത്രമല്ല. അതാണ് പരമമായ ധർമ്മം. പരോധർമ്മ യഥോ ഭക്തിരതോക്ഷതേ അഹൈതുകി അപ്രതിഹതായ ആത്മാ സംപ്രസീദതി എന്ന് ഇനി ഭാഗവത്തിൽ പറയുന്നു. സവൈ പരോധർമ്മ പുരുഷ, മനുഷ്യന്റെ പരമധർമ്മം എന്താ? സമവൈ, അത് തന്നെ, ഒന്ന് തന്നെ. ഏത്? യഥാ ഭക്തിരതോക്ഷതേ, പരമാത്മാവായ സർവേശ്വരന്റെ പാതാരബന്ധങ്ങളിൽ നിഷ്കാമവും നിഷ്കപടവുമായ ഭക്തി ഉണ്ടാകും. അഹൈതുകി, അഹൈതുകി വെച്ചാലോ പ്രത്യേകിച്ചൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഹേതു വെച്ചാൽ കാരണമാണ്. റീസൺ, ഞാൻ ഇന്ന കാരണം കൊണ്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് വരുമ്പോൾ ആ കാരണം ഉള്ളവരെ സ്നേഹിക്കുന്നുണ്ടാവുള്ളൂ. അല്ലാണ്ടായാലോ കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ തന്നെ സ്നേഹം ഇല്ലേ? കണ്ടീഷൻ ലവാണ് ഹേതുവോടുകൂടി. നമ്മുടെ ലൗകിക സ്നേഹമൊക്കെ അങ്ങനെയുള്ളൂ, ലൗകിക ബന്ധങ്ങളൊക്കെ അല്ലേ? ഐ ലവ് യു ബിക്കോസ് ഓഫ് സംതിങ്, ശരിയല്ലേ? ഇൻസ്പൈറ്റ് ഓഫ് എനിത്തിങ് ഐ ലവ് യു, അതാണ് അൺകണ്ടീഷണൽ. ഉപാധികളില്ല പറയാം, നിരുപാധിക പ്രേമം. ഭഗവാനോടുള്ള പ്രേമം, അതാ ഭാഗവതം പ്രൊമോട്ട് ചെയ്യുന്ന പ്രേമം. അതാണ് അതാണ് ഭക്തിയല്ല, അതാണ് അഹൈതുകി. മറ്റേ ഭക്തിയുടെ സ്നേഹത്തിന്റെ കുഴപ്പമെന്താ? ലൗകിക സ്നേഹത്തിൽ നമ്മുടെ പ്രതീക്ഷകൾ നടക്കാണ്ടായി കഴിഞ്ഞാൽ അവിടെ ലഹളയും ബഹളമായി, അല്ലെങ്കിൽ വെറുപ്പും വിദ്വേഷമായി, ശത്രുവായി അല്ലേ? ഭഗവാനോട് കാര്യം ഭഗവാനോട് വാദിച്ച് ഭഗവാൻ കിട്ടിയ കുറച്ച് കാലം ഈ ഭഗവാനെ വഹിച്ചു, കൃഷ്ണ ഭഗവാനെ വഹിച്ചു, കുറച്ച് ശിവഭഗവാനെ വഹിച്ചു, കുറച്ച് ഭഗവതി ഭഗവാനെ വഹിച്ചു, പിന്നെ ഓരോ ആളുകൾ ഞാൻ അവസാനം ഒന്നും വേണ്ടാന്ന് വെച്ചു. എന്റെ വിശ്വാസമില്ല. എന്താ കാര്യം? അപ്രതിഹത, ആഗ്രഹം നടക്കാണ്ടായപ്പോ അത് നടക്കും, സ്റ്റോപ്പായി, തടയപ്പെട്ടു അല്ലേ? നമ്മുടെ ലൗകിക ഭക്തി എന്ന് പറയുന്നത് അധികം ഒന്നിനെയാണ്. ലൗകിക സ്നേഹം പോലെ തന്നെ ഈശ്വരനോടുള്ള സ്നേഹവും. അവിടെയാണ് നമ്മുടെ ഭാഗവതത്തിന്റെ പഠനത്തിന്റെ ഒക്കെ ആവശ്യം. നമുക്ക് ആ ഈശ്വരനെ അങ്ങനെ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാണ്ട് നമ്മുടെ എല്ലാം ഏറ്റെടുത്ത് നമ്മുടെ പരമസുഹൃത്തായി, നമ്മുടെ ഹൃദയേശ്വരനായി, നമ്മുടെ ആത്മാവായി, നമ്മുടെ അച്ഛനായി, ബ്രഹ്മയായി, ബന്ധുവായി, സുഹൃത്തായി, എല്ലാമായി നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഭുവാണ് ഭഗവാൻ എന്ന് നമുക്ക് എത്രത്തോളം കൂടെ ബോധ്യാവോ അത്രത്തോളാണ് ഈ ഒന്നിനും വേണ്ടി അല്ലാണ്ട് ഭഗവാനെ ചെയ്യുന്നത്. കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് എന്നെ അവിടെ എല്ലാം നിറവേറ്റി തരണമല്ലോ, വേണ്ടതധികം എന്നറിയുന്നു. അപ്പൊ ഇതാണ്. അപ്പൊ ഫലാഭിസന്ധി, ഫലം എന്തെങ്കിലും കിട്ടണം, ഞാൻ സേവിച്ചതിന് എനിക്ക് എന്തെങ്കിലും കിട്ടണം, ഞാൻ ഈശ്വരനോടുള്ള സ്നേഹത്തിന് എനിക്ക് തിരിച്ചെന്തെങ്കിലും മെറ്റീരിയൽ രൂപത്തിൽ, ഭൗതിക രൂപത്തിൽ കിട്ടണം എന്നുള്ളതാണ് ഫലാഭിലാഷം. അതാണ് കപടം. അത് കപടമാണ്, അതില്ല ഭാഗവതത്തിൽ. കേവലം ഈശ്വരാരാധന, ഭഗവാൻ സന്തോഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ പ്രേമി എങ്ങനെയാണ്? ഭഗവാനെ അവിടുത്തെ ഭഗവാന്റെ അങ്ങനെയല്ലേ യഥാർത്ഥ ഒരു ലവർ തന്നെയായിരിക്കുക, തന്റെ ദിനവിടനെ എങ്ങനെ സന്തോഷിപ്പിക്കാം. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഭക്തനാണെങ്കിൽ നമ്മൾ ചോദിക്കണം, ഹൗ ക്യാൻ ഐ പ്ലീസ് മൈ ലോർഡ്? എന്റെ ഭഗവാനെ എനിക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയും? നമുക്ക് സ്നേഹമുള്ള വ്യക്തികളാണെങ്കിലോ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് മേടിച്ചു കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള ശാപണം കൈ കൊടുക്കുക, അല്ലേ? അവർക്കുള്ള പാട്ടൊക്കെ ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഇടത്തിൽ കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം. അത് നമ്മളെ ഇഷ്ടമുള്ള ചെയ്ത് കൊടുത്തിട്ട് സ്നേഹം പഠിക്കാൻ പറയാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർക്കെന്താ ഇഷ്ടം അത് നമ്മുടെ ഇഷ്ടമാക്കിയിട്ട് മാറ്റി ചെയ്തു. പക്ഷെ അപ്പൊ അങ്ങനെയല്ല, അല്ലോ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ സന്തോഷിക്കുന്ന ഇതുമായി ഈശ്വരന്റെ കാര്യത്തിലും ഇവിടെ ഭഗവാൻ എങ്ങനെ സന്തോഷിക്കും? ഭഗവാൻ സന്തോഷിക്കാതെ വഴി ഗീതാലും ഭാഗവത്തിലൊക്കെ ഭാവം പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്യാം അല്ലേ? അയാസമനാ പാർത്ഥ യോഗം യുഞ്ചൻ മതാശ്രയ, അങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞു. നീ എന്നിൽ മനസ്സ് അർപ്പിക്കുക, ബുദ്ധി എന്നിൽ ഉറപ്പിക്കുക, എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി അർപ്പിക്കുക.
മക്കർമ്മത് മത്ഭക്തഃ സംഘവർജിതഃ ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗീതാശാസ്ത്രങ്ങളിൽ. ഭഗവാൻ സന്തോഷിക്കുക എങ്ങനെയുള്ള ഭക്തല്ല, ഭഗവാൻ ഏത് ഭക്തനെ ഏറ്റവും ഇഷ്ടം എന്നൊക്കെ. അതെ, അതാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാഗവതത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഈ പരമമായ ലക്ഷ്യത്തെ അല്ലെങ്കിൽ ആ വസ്തുതയെ നിർദ്ദേശിച്ചു. പ്രപഞ്ചത്തിന്റെ പരമകാരനായ പരമാത്മ ഭഗവാനെ അത് നേടാനുള്ള മാർഗമായിട്ട് പറഞ്ഞത് നിഷ്കാമഭക്തി, പരമായ ഭക്തി, ശുദ്ധമായ പ്രേമഭക്തിയാവുന്നു. ആ പരമസത്യ സാക്ഷാത്കാരത്തിന്റെ ഉപായമായിട്ട് പറഞ്ഞു. ലക്ഷ്യം വന്നാൽ പോലും അത് അനുഭവപ്പെടണ്ടേ അതിന് വേണ്ടിയിട്ട്. അത് സ്പഷ്ടം. ഇനി ഭാഗവത്തിൽ അവസാനിക്കുന്ന ശ്ലോകങ്ങൾ എന്താ? ഭാഗവത് അവസാനിക്കുന്നത് പെട്ട ഭവേ ഭവേധാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ പുരുഷ്വദേവേശ നാഥസ്ത്വമോ യത പ്രഭോ. ഭഗവാനെ ഉപക്രമം നിഷ്കപടമായ ഭക്തി, ശുദ്ധമായ പ്രേമഭക്തിയാണ് പരമാത്മതത്വ സാക്ഷാത്കാരത്തിനുള്ള ഉപായം എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ഭാഗവതം അവസാനിക്കുന്ന ഉപക്രമം. തുറക്കോ ഉറക്കോ എന്ന് പറയുന്നു. എല്ലാ ജന്മത്തിലും ജന്മജന്മാന്തരങ്ങളിലും അല്ലയോ ഭഗവാനെ, ജന്മജന്മാന്തരങ്ങളിലോ അടിക്കടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പിലും അല്ലയോ ഭഗവാനെ തവ പാദയോഹോ ഭക്തി ജായതേ. അവിടുത്തെ പാദാരബന്ധങ്ങളിൽ മേൽക്കുമേൽ ഭക്തി ഉണ്ടാക്കി തരണമേ, അതിനെ അനുഗ്രഹിക്കണേ ഭഗവാനെ. തഥാ പുരുഷദേവേശ. ഭഗവാനെ എന്തിനാ ഞങ്ങൾ അങ്ങോട്ട് പറയണത്? നാഥത്വം നാഥത്വം. ഭഗവാനെ അവിടെ നിന്നല്ലാതെ ഞങ്ങൾക്ക് ആരും നാഥൻ, അവിടെ നിന്നാണ് ഞങ്ങളുടെ നാഥൻ. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ഈ ശ്ലോകം പറയേണ്ട ഭാഗവതം അവസാനിക്കുന്നത് ഉപസംഹാരം. ഉപസംഹാരം ഒന്നിനെ കുറിച്ച് എന്നെ പറയുന്നത് പരിശുദ്ധമായ പ്രേമമാണ്. ആ ഹൃദയശുദ്ധിക്കും തദ്വാര ഹൃദയത്തിൽ സദാ അനുഗ്രഹിച്ചുകൊണ്ട് വസിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപിയായ സർവേശ്വരന്റെ സാക്ഷാത്കാരത്തിലൂടെ ജന്മസാഫല്യത്തിനുള്ള ഏകമായ മാർഗം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഭാഗവതം ആ ഭക്തി ഞങ്ങൾക്ക് മേൽക്കുമേലുണ്ടാവാൻ അനുഗ്രഹിക്കണമേ. അവിടെ നിന്നാണ് ഞങ്ങളുടെ നാഥൻ, അവിടുത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ആ പ്രേമഭക്തി ഉണ്ടായ ആയാസേന അവിടുത്തെ ഭാഗത്ത് എത്തിച്ചേരാലോ ഭഗവാനെ. അതിനുള്ള വഴി എന്താ? നാമസങ്കീർത്തനം. ഏത് ഭഗവാനെ നമസ്കരിച്ചാൽ നമ്മുടെ സർവ്വദുരിതങ്ങളും പല പാപങ്ങളും തീരുമോ ആ ഭഗവാനെ നമ്മൾ നമസ്കരിക്കും. യാതൊരു തിരുനാമ കീർത്തനം, തിരുനാമ ജപം എല്ലാ ദുരിതങ്ങളെയും ദുരിതങ്ങൾക്ക് കാരണമായ പാപങ്ങളെയും ഇല്ലാണ്ടാക്കി തീർക്കുമോ ആ ഭഗവാനെ ഞങ്ങൾ അർത്ഥ നാമം ജയിക്കാൻ തോന്നണമേ. ഞങ്ങളുടെ നാവിൽ അടുത്ത തിരുനാമം നിരന്തരം കളിയാടണമേ. ഗുരുനാഥൻ തുണജൈക സന്തതം. തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും തിരിയാതെയിരിക്കണം. നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ അല്ലേ അതുള്ളവർ പറഞ്ഞത്. ഇതാണ് ഭാഗവതം പറഞ്ഞത്. ഭാഗവതത്തിൽ നിന്നാണ് പൂർണ്ണാനന്ദൊക്കെ പറയാൻ കിട്ടിയത് അനുഭവത്തിലൂടെ അല്ലേ. തന്നമാമി ഹരിപരം. ആ പരമപുരുഷനായ പരമാത്മാവായ ഹരിയെ ഞങ്ങൾ നമസ്കരിക്കും. ഇങ്ങനെ ഭക്തിയുടെ മഹത്വം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാഗവതം ഉപസംഹരിക്കുന്നത്. അപ്പോൾ ഈ ഉപക്രമവും ഉപസംഹാരവും വെച്ച് നോക്കുമ്പോൾ ഭാഗവതത്തിന്റെ സന്ദേശം എന്താ? പരിശുദ്ധമായ ഭക്തി, പ്രേമഭക്തി, നിഷ്കളങ്ക ഭക്തി, നിഷ്കാമഭക്തി, അഹൈതുകീ ഭക്തി. സ്പഷ്ടം. ഇനി വേദവ്യാസ മഹർഷി എന്തിനാ ഭാഗവതം എഴുതിയത്? ഇനി അത് ചിന്തിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. വേദവ്യാസ മഹർഷി 17 പുരാണങ്ങൾ എഴുതി, മഹാഭാരതം എഴുതി, ഉപനിഷത്തുക്കളുടെ സാരസമന്വയമാകുന്ന ബ്രഹ്മസൂത്രം എഴുതി. വേദാന്ത സൂത്രം എന്നാ പറയാ. ഇത്രയൊക്കെ എഴുതിയിട്ടും വേദത്തെ വ്യസിച്ചു, എഡിറ്റ് ചെയ്തു, ഇതൊക്കെ സാമം അഥർവമാക്കി 4 ശിഷ്യന്മാരുടെ ലോകത്തില് പ്രചരിപ്പിച്ചു. വേദം പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി മഹാഭാരതം എഴുതി. ഇതൊക്കെ എഴുതിയിട്ടും മനസ്സിന് തൃപ്തി ഉണ്ടായില്ല, സന്തോഷം ഉണ്ടായില്ല, കൃതാർത്ഥത ഉണ്ടായില്ല എന്നാണ് ഭഗവത് പറഞ്ഞത്. അവസാനം അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്തിയുടെ പ്രചാരകനായ സാക്ഷാൽ ശ്രീനാരായണ മഹർഷി എത്തിച്ചേർന്നു. എന്താണ് തന്റെ അസന്തോഷത്തിന്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് വലതു എഴുതി ധർമ്മം, അർത്ഥം, കാമം പത്തുണ്ടാക്കാനുള്ള കഴിവും, പക്ഷേ ഭഗവാന്റെ യശസ്സിനെ, ഭഗവാന്റെ മഹിമയെ വേണ്ട പോലെ തിരിച്ചില്ല. ഏതുകൊണ്ടാണോ ഭഗവാൻ സന്തോഷിക്കുന്നത് അതിനെ പറഞ്ഞില്ല. സജ്ജനങ്ങൾ ഏതുകൊണ്ടാണോ സന്തോഷിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഭഗവാൻ സന്തോഷിക്കാത്ത കർമ്മവും ജ്ഞാനവും അപൂർണമാണ്, ന്യൂനമാണ്. ഭവത അനുദിതപ്രായം യശോ ഭഗവതോ മലം
ഏനൈവാസൗ ന തുഷ്യേത മന്യേ തദ്ദർശനംഖിലം. ഭഗവാന്റെ യശസ്സിനെ കീർത്തിച്ചാൽ മാത്രമേ സജ്ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, നമുക്ക് മനസ്സിൽ വരുള്ളൂ. യാതൊന്നുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കുന്നില്ലയോ ആ ജ്ഞാനം പോലും അപൂർണമാണ്, ന്യൂനമാണ്. യഥാ ധർമാദയശ്ചാർത്ഥ മുനിവര്യ അനുകീർത്തിതാഃ ന തഥാ വാസുദേവസ്യ മഹിമാ ഹ്യവർണ്ണിതാ. മഹാഭാരതത്തില് ധർമ്മം അർത്ഥം ധർമാദർത്ഥശ്ച കാമശ്ച ധർമ്മത്തിന്റെ സേവതേ. നിങ്ങൾക്ക് ധർമാർത്ഥം വേണോ, പണം വേണോ, ഭോഗങ്ങൾ വേണോ, രാജ്യം വേണോ, അത് വേണോ, ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ പോകൂ അല്ലേ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് അതിന് വിസ്തരിച്ചോ അത്രയും പ്രാധാന്യം ഭഗവാന്റെ മഹിമയ്ക്ക് കൊടുക്കില്ല. അങ്ങ് സത്യദർശിയാണ്, അവ മഹാഭാഗ ആത്മാവാണെന്ന്. ഭഗവാൻ അമോഘദുക്ക്, അങ്ങ് സർവജ്ഞനാണ്. ശുചിശ്രവ സത്യരഥോ ധൃതപ്രദ ഗുരുക്രമസ്യ അഖിലബന്ധമുക്തയെ സമാധിന അനുസ്മര തത് വിശേഷിതം. അങ്ങ് സത്യം കണ്ടവനാണ്, സാക്ഷാത്കാരം നേടിയവനാണ്, ഈശ്വരാവതാരമാണ്, സത്യദർശിയാണ്, നിർമ്മല കീർത്തിയാണ്, സത്യനിഷ്ഠനാണ്, വ്രതങ്ങളൊക്കെ വേണ്ട പോലെ അനുഷ്ഠിച്ച ആളാണ്. ഇത്ര അങ്ങനെയൊക്കെയുള്ള യോഗ്യതയുള്ള അങ്ങ് ധ്യാന സമാധിയിലൂടെ ആ ഭഗവാൻ ചെയ്ത അവതാര ലീലകളെ കണ്ട് ദർശിച്ച് അഖിലബന്ധമുക്തയെ, മറ്റൊക്കെ ചെറിയ ഒരു വിഭാഗം മാത്രമേ പ്രയോജനപ്പെടാനുള്ളൂ അല്ലേ. നിവർത്തിദരിദ്രന്മാരായ പരമവ്യക്തന്മാരായ ആ സർവസംഘ പരിത്യാഗികളായ ചിലർക്ക് മാത്രമാണ് ഉപകാരപ്പെടാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞ അഖിലബന്ധമുക്തയെ സർവർക്കും മുഖ്യമായി കൊടുക്കാൻ, എല്ലാവരെയും സംസാരത്തിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള മാർഗമാണ് ഭക്തി. അതുകൊണ്ട് ഏ മഹാത്മൻ അങ്ങ് സർവരുടെയും മോക്ഷത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ബുദ്ധിയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, ആ സമാധിയിൽ ഭഗവാൻ ചെയ്ത അവതാര ലീലകളൊക്കെ കണ്ടിട്ട് അവയെ വർണ്ണിക്കൂ. തത് വിജേഷ്ഠിതം അഖിലബന്ധമുക്തയെ അനുസ്മര. അപ്പൊ നോക്കൂ, ഇത്രയും കാലം ജനങ്ങൾക്ക് ഭക്തിയെ വളർത്തുന്ന വിധത്തിലുള്ളതായ ഭഗവത് ലീലകളെ ധാരാളം വർണ്ണിക്കാത്തത് കൊണ്ടാണ് വ്യാസന് കൃതാർത്ഥമാണിത്, ബ്രഹ്മസൂത്രമടക്കെ ആയിട്ട് മനസ്സിന് സന്തോഷമുണ്ടാകാതിരുന്നത് എന്നല്ലേ നാരദൻ പറഞ്ഞത്. മാത്രമല്ല അത് വ്യാസനെ ബോധ്യം വരാൻ വേണ്ടി അദ്ദേഹം സ്വന്തം അനുഭവം പറഞ്ഞു കൊടുത്തില്ലേ നാരദൻ. സ്വന്തം ജീവിതകഥയിലൂടെ സ്വന്തം ജീവിതകഥ പറഞ്ഞു കൊടുത്തു, ഭക്തിയുടെ മഹിമ പറയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ താൻ ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിരുന്നു, അമ്മ ബ്രാഹ്മണഗൃഹത്തിൽ ജോലി ചെയ്യായിരുന്നു, പരിചാരികയായിരുന്നു. ആ ബ്രാഹ്മണഗൃഹത്തിൽ തനിക്ക് വീണ് കിട്ടിയ ഭാഗ്യം കുറച്ച് ഭിക്ഷുക്കളെ ചാതുർമാസത്തിൽ സേവിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഫലമായിട്ട് അവരിൽ നിന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കാനും അവരെ പ്രസാദം കഴിക്കാനും ഒക്കെ ഇടവന്നുകൊണ്ട് തന്റെ പാപമൊക്കെ നീങ്ങി മനസ്സ് ശുദ്ധമായപ്പോ ഭഗവാന്റെ മനസ്സിലായി. ആ മഹാത്മാക്കളുടെ ജീവിത രീതി അനുഷ്ഠിക്കാനുള്ള അഭിരുചി ഉണ്ടായി. നമ്മുടെ മനസ്സിനെ ശുദ്ധി വരുന്നതോടുമാണ് മഹാത്മാക്കളുടെ ജീവിത രീതി പിന്തുടരാനുള്ള അഭിരുചി ഉണ്ടാവുക. അറിയാം, നമുക്ക് അഭിരുചിയില്ല, നമുക്ക് ലഭിക്കണം അറിയാം, നമുക്ക് ലഭിക്കാൻ രസമില്ല, രുചിയില്ല. നേരത്തെ എണീക്കണം ഒക്കെ അറിയാം നമുക്ക്, പക്ഷേ രുചിയില്ല. ഭഗവതം വായിക്കണം എന്ന് അറിയുന്നു, നല്ലതെന്ന് അറിയാം, പക്ഷെ രുചിയില്ല. അല്ലേ? അതാണ് ആ രുചി എപ്പോഴാ വരിക? മനസ്സ് ശുദ്ധാകുമ്പോഴാണ്. അങ്ങനെ തന്റെ അവരെ സേവിച്ചതുകൊണ്ടും നിഷ്കാമമായി അവരെ സേവിച്ചതുകൊണ്ടും അവരുടെ പ്രസാദം രുചിഷ്ടം എന്നൊക്കെയാണ് പറഞ്ഞത്. രുചിഷ്ട മഹാത്മാക്കളുടെ ഉച്ചിഷ്ടം മഹാപ്രസാദമാണ്. നമ്മൾ കഴിച്ചാൽ ഉച്ചിഷ്ടം. പക്ഷെ മഹാത്മാരുടെ വാക്യം ഗുരുവിന്റെ ഉച്ചിഷ്ടം എന്താ? മഹാപ്രസാദം. ഹൃദയം കൂടെ കഴിഞ്ഞാൽ ഇലയിലൊന്നും വെക്കില്ല, എല്ലാവരും നോക്കിയിട്ട് എന്തെങ്കിലും കഴിക്കില്ല. ഉണ്ണാത്തല പോലെ കുറച്ച് പ്രത്യേകത ഗുരുപ്രസാദം. അങ്ങനെയൊക്കെയാണ് ഭാവന. ഇപ്പോ അവരുടെ ഉച്ചിഷ്ടം ആ മഹാപ്രസാദം ഒരു നേരം മാത്രം കഴിക്കും. അങ്ങനെ വേഗം പാപം നീങ്ങി മനസ്സ് ശുദ്ധമായപ്പോഴോ അവരെ അവർ പറഞ്ഞു കൊടുത്ത ജീവിത രീതിയിൽ താല്പര്യം വന്നു. മാത്രമല്ല മനസ്സ് ഭഗവാന്റെ കഥകളിൽ ഭക്തി കൊണ്ട് ഭഗവാനിൽ ഉറച്ചു. പ്രധാനുഷ്ഠാനം കഴിഞ്ഞ് മടങ്ങിപ്പോയ സമയത്ത് ആ ഭഗവാൻ ഭക്തൻ ദേവനൊക്കെ ഉപദേശിച്ച ആ ജ്ഞാനം ഈ മഹർഷിമാരെ എനിക്ക് ഉപദേശിച്ചു കൊടുത്തു, നാരദന് ഉപദേശിച്ചു കൊടുത്തു, ആസീകൂത്താണ്. പിന്നെ അമ്മയുടെ മരണാനന്തരം ഭഗവത് ചിന്തയിൽ മുഴുകിക്കൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ പോയി കാട്ടിലേക്ക്. അവിടെ വെച്ച് കാട്ടിൽ വെച്ച് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഭഗവാന്റെ ആദ്യത്തെ ദർശനം ഉണ്ടായത്. ധ്യായതശ്ചരണാംഭോജം ഭാവനർദ്ദിത ചേതസ. അപ്പൊ ശ്രീനാരദൻ സ്വന്തം അനുഭവം പറയാണ്. അന്ന് ആ മഹാത്മാക്കളെ സേവിക്കുകയും ഭഗവത് കഥ കേൾക്കും തിരുനാമം ജപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്റെ മനസ്സ് ഭക്തി കൊണ്ട് ശുദ്ധമായി. അശുദ്ധമായ മനസ്സിൽ ഭഗവത് അനുഭൂതി ഉണ്ടായി, ദർശനം ഉണ്ടായി. വൈകുണ്ഠ ഔത്കണ്ഠ്യ അശ്രുകലാക്ഷസ്യ
ഹൃദ്യാസിന്മേഷനൈ ഹൃദീന. ഭക്തിക്ക് കീഴ്പ്പെട്ടു മനസ്സ്, ഭക്തി കൊണ്ട് മനസ്സ് നിറഞ്ഞപ്പോ ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കാൻ പറ്റി. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിൽ ഭഗവാന്റെ ദിവ്യ കോമള രൂപം അങ്ങനെ നിറഞ്ഞു പ്രകാശിച്ചു. ഭഗവാൻ പ്രവേശിച്ചു തുടങ്ങി. അതുവരെ പല ഉത്കണ്ഠകളുടെ എല്ലാ ഉത്കണ്ഠകളും പോയി. ശരീരം മുഴുവൻ രോമാഞ്ചമുണ്ടായി. അനന്തക്കണ്ണയിൽ ഗർഭകണ്ഠനായി ആ ഭഗവാനെ കണ്ടുകൊണ്ട് ആ ഭഗവാനിൽ തന്റെ മനസ്സങ്ങൾ അലിഞ്ഞില്ലാണ്ടായി. പ്രേമാതിപരനിർഭിന്ന പുളകാംഗ അതുനിർവൃത ആനന്ദസംപ്രവേ ലീനഃ ന അവശ്യോഭയം മുനി. ഈ ദാസിപുത്രൻ എങ്ങനെ സാധിച്ചു? തന്നെ പോലും മറന്നിട്ടുള്ള ഉഭയം രണ്ടും അവശ്യം. രണ്ടും കണ്ടില്ല. എന്നിട്ട് തന്നെ മറന്നു, ലോകത്തെ മറന്നു. ദേഹ വിസ്മൃതിയിൽ നമുക്ക് ഈ ലോക വിസ്മൃതി ഓട്ടോമാറ്റിക് സംഭവിക്കും. ഒരു മോഹാലസ്യം ദേഹത്തെ ലോകത്തെ മറന്നില്ല. ഒരു ക്ലോറോഫോം കൊടുത്ത് ബോധം കിട്ടിയാലും അങ്ങനെ, ഉറങ്ങുമ്പോഴും അങ്ങനെ. ശരിയല്ലേ? ധ്യാനത്തിൽ മനസ്സാ ഭഗവത് സ്വരൂപത്തിലൂടെ അലിഞ്ഞു പോയപ്പോൾ എന്തായി? ദേഹവിസ്മൃതിയും ലോകവിസ്മൃതിയും രണ്ടും ഒരേ സമയത്തുണ്ടായി. എന്നിട്ടായി അവിടെ ആനന്ദ സംപ്ലവേന, പരമാനന്ദം മാത്രം, ആനന്ദ കടലിൽ മുങ്ങിപ്പോയ അവസ്ഥ. ഒരൈസ്ബർഗ് അതിലിങ്ങനെ അലിഞ്ഞു പോയത്, ഐസ് കട്ട വെള്ളത്തിൽ അലിഞ്ഞു പോയ ഉദാഹരണമാണ് പരമഹംസർ പറയാം. ഐസ് കട്ടെ നൂലിൽ കെട്ടിയിട്ട് ആ സമുദ്രത്തിലേക്ക് ഇറക്കി അളക്കാൻ കുറച്ച് പൊക്കി നൂല് മാത്രം ഐസ് കട്ടായിരിക്കും കെട്ടാം. ഇതുമാതിരി ഞാനെന്ന ആ ക്രിസ്റ്റലൈസ് ഈഗോ, ഞാനെന്ന വ്യക്തിത്വമുണ്ടല്ലോ, ആ ഭഗവത് ധ്യാനത്തിൽ ഭഗവാൻ അവിടെ അലിഞ്ഞില്ലാണ്ടായി. പിന്നെന്തായി? തടസ്സമില്ല, പരമാനന്ദം മാത്രം. ഇതൊക്കെ ഇതാണ് ലക്ഷ്യം. ഇതാണ് ഭഗവത് അനുഭവം ഉണ്ടായി. ഭഗവാൻ ദർശനം പോയപ്പോഴോ അത്യന്തം ദുഃഖിതനായി. പിന്നെയും ഭഗവാൻ പ്രാർത്ഥിച്ചു. ഭഗവാൻ കാരുണ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു. അന്താസ്മിൻ ജന്മനി ഭഗവാൻ നമാന്തം ഭാരതി. ഏവണി ഈ ജന്മത്തിൽ ഇനി എന്നെ കാണാൻ സാധിക്കില്ല. അതിനുള്ള അർഹതയായിട്ടില്ല. ഇപ്പൊ കാണിച്ചത് മഹാന്മാരുടെ അനുഗ്രഹം, ഭക്തന്മാരുടെ അനുഗ്രഹത്തിന് ഫലം കാണിച്ചു തരണ്ടേ? രണ്ടാമത് സതദ്ദർശിതം രൂപം ഏതക്കാമായ ദേനക. ഒരിക്കൽ എന്റെ രൂപം കണ്ടാൽ പിന്നെ വേറെ ഒന്നിലും മോഹം ഉണ്ടാവില്ല. ആ എന്നിട്ടുള്ള അഭിലേഷങ്ങൾക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. മതിർമൈനിബദ്ധേയം നവിബദ്ധേയ കഥയ്ക്ക് ഈ നിന്റെ മനസ്സ് എന്നിലല്ലാതെ ഈ ലോക വസ്തുക്കളിലൊന്നും പോയി ഉറപ്പിക്കുക. ഗുരുനാഥന്മാരുടെ ജനങ്ങളുടെ അനുഗ്രഹം. ആ അനുഭൂതി ഉണ്ടായതിനു ശേഷം പിന്നെ എങ്ങനെ കഴിഞ്ഞു? നാമാനി അനന്തസ്യ ഹതപ്രവപ്പടൻ ഗുഹ്യാനി ഭദ്രാണി കൃതാനി സ്മരൻ ഗാം പര്യടൻ തുഷ്ടമനാ ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. ലജ്ജവിട്ട ദേഹബോധമുള്ളപ്പോഴല്ലേ ഈ ദേഹാഭിമാനം കൊണ്ട് നമുക്ക് നാമം ഉച്ചത്തിൽ പാടാൻ മടിയാണ്. അവിടെ ലജ്ജ കൂടാതെ, ദേഹാഭിമാനം പോയപ്പോൾ ലജ്ജ കൂടാതെ ഭഗവാന്റെ നാമം ഉറക്കത്തിൽ ജപിച്ചുകൊണ്ടും ആ ഭഗവാന്റെ ആ ഓരോ അനുഭവ നിലകളെയും ഘടനയൊക്കെ അനുസ്മരിച്ചുകൊണ്ടും ഭൂമിയിലുള്ള പുണ്യതീർത്ഥങ്ങളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ആ പ്രാരംഭ ശരീരം പോകുന്നവരെ കാലം കഴിച്ചുകൂട്ടി. എങ്ങനെ? ഗതസ്പൃഹ, മനസ്സിൽ ഒന്നിലും ആശയില്ലാതെ, കാമക്രോധാദി മത്സരങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പരമാനന്ദം സഞ്ചരിച്ചു. അതിനുശേഷമാണ് പിന്നീട് ബ്രഹ്മപുത്രനായിട്ട് നാരദനായിട്ട് ഈ വേദവ്യാസിന് പോലും മാർഗദർശനം കൊടുക്കാൻ പാകത്തിന് അദ്ദേഹത്തിന് പോലും ഗുരുനാഥനായിട്ട് അപ്പോൾ വന്നിരിക്കുന്നത്. അനുഗ്രഹ മഹാവിഷ്ണോ അവിഘാതകരിക്കൊതിത് പറയാണ്. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം, ഏത് ലോകത്തിനും കൂടി എപ്പോൾ വേണമെങ്കിൽ പാസ്പോർട്ട് വിസ ആവശ്യമില്ല. ഈ നാരദന് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്വാതന്ത്ര്യം. ഏത് ലോകത്തിലും എപ്പോൾ വേണമെങ്കില്ല, എല്ലാവർക്കും സ്വീകാര്യമാണ്. പോരാ, ദേവദത്തന്മാം വീണാം, ഭഗവാൻ തന്നെ കൊടുത്ത വീണയാണ് നാരദനെ എപ്പോഴും വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. നാദബ്രഹ്മത്തെ പാടിക്കൊണ്ടിരിക്കുക. ആ വീണയെ ഹരികഥയെ പാടിക്കൊണ്ട് ഞാൻ തീർത്ഥാടനം ചെയ്യുക. ഇപ്പോഴോ നേരത്തെ ജന്മത്തിൽ എത്രയോ പ്രാവശ്യം ഒരു പ്രാവശ്യം ദർശനത്തിന് ശേഷം എത്ര കരഞ്ഞിട്ടും പിന്നെ കിട്ടിയില്ല. ഇനി ജന്മത്തിൽ കിട്ടില്ല. ഇപ്പോഴോ ആഹൂതമേ ശീഘ്രം ദർശനം വ്യാധി ചേതസി. ഇപ്പൊ ഭഗവാന്റെ ആ മഹിമകൾ പാടി നാമം ജനിച്ചുകൊണ്ട് ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോ ഭഗവാൻ ഒരാളെ വിളിച്ചാൽ കൃഷ്ണ വിളിച്ചാൽ എന്താണെന്ന് നോക്കില്ലേ? ഇതുമാതിരി ഭഗവാൻ ഓടി ഓടി വന്ന് ദർശനം ഒന്നാലോ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ മറയണതേ. എപ്പോഴും ഭഗവാനെ അകത്തും പുറത്തും കണ്ടുകൊണ്ട നാരദന്റെ സഞ്ചാരമാണ്. അവസാനം നാരദൻ
വേദവ്യാസ മഹർഷിയോട് പറയുന്ന ഉപദേശം എന്താ? ഏതദ്ധി ആദരചിത്താനാം മാത്രാ സ്പർശേച്ഛയാമു ഭവസിന്ധു പ്രഭോ ദൃഷ്ടോ ഹരിചര്യാനുവർണ്ണനം. മനസ്സെപ്പോഴും ഇന്ദ്രിയ വിഷയ സുഖം അനുഭവിക്കാൻ സ്തുതിച്ചുകൊണ്ടിരുന്നു. അത് പ്രധാനമായി അനുഭവിച്ചാൽ അതിൻ്റെ പ്രേരണ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് ഭഗവാന്റെ കഥാശ്രവണം, ലീലാ കഥകള് ഒക്കെ ശ്രമിക്കുക, തിന്നാൻ, ജീവിക്കുക, ഇതൊന്നും മാത്രമാണ്. മാത്ര സ്പർശിച്ച വിഷയങ്ങളിൽ ആസക്തി കൊണ്ടുള്ള ജീവിതം കൊണ്ടുന്ന ആ മനസ്സിന്റെ ദുഷിച്ചാവസ്ഥയെ മോചിപ്പിക്കാൻ ഭവസിന്ധു പ്രവഹ, ഈ സംസാര സാഗരം കടക്കാനുള്ള തോണിയായിട്ട് ഹരികഥാവർണ്ണനം, ഹരിയുടെ ഗുണഗണങ്ങൾ, ശ്രവണം, കീർത്തനം, സ്മരണം, ഇതൊന്നുമല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് എൻ്റെ അനുഭവമാണ്. യോഗ സാധനങ്ങളില്ലേ? അഷ്ടാംഗ സാധനങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്. പ്രാണായാമങ്ങളൊക്കെ ഇല്ലേ? ഇല്ലയെന്നല്ല. പക്ഷേ യമാധുരി യോഗവതൈഹി കാമലോകഹതോ മുഹു മുകുന്ദ സേവയാ യതുദ തഥാ ആത്മാധാത്മശാമി. നാരദൻ പറയണു, അനേകമനേകം സമ്പ്രദായങ്ങളുണ്ട് ഇവിടെ. യമനിയമങ്ങള്, പ്രാണായാമാദികള്. ഇതുകൊണ്ടൊന്നും ഹരിഭക്തി കൊണ്ട്, ഹരിഭജനം കൊണ്ട് മനസ്സ് ശുദ്ധമാകുന്ന പോലെ മറ്റൊന്നുകൊണ്ടും ശുദ്ധമാകില്ല. ആ ഭഗവാന്റെ സ്വരൂപഭൂതമായ ശാന്തി ഇവിടെ അനുഭവപ്പെടില്ല. ഇതും പറഞ്ഞ് നാരദൻ മാർഗദർശനം കൊടുത്തിട്ട് ബ്രഹ്മസൂത്രമാക്കം എഴുതിയ വേദവ്യാസ മഹർഷിക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും ശാന്തിയുടെ രഹസ്യം ഉപദേശിച്ചിട്ട് ഹരിസന്തരണോപനിഷത്ത് പണ്ട് അച്ഛൻ പറഞ്ഞു കൊടുത്ത മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് ആ വീണയില് ആ ഉപനിഷത്ത് മന്ത്രം മധുരമായി പാടിക്കൊണ്ടാണ് വേദവ്യാസ മഹർഷി അത്ഭുത സ്തബ്ധനായി. ഭഗവാന്റെ പരിമേണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ, കീർത്തിച്ചില്ലല്ലോ. വേദവ്യാസ മഹർഷി പറയണം, അഹോ ദേവർഷി ധന്യോയം യത്കീർത്തിം ശങ്കധന്വന ഗായൻ മാദ്യം നിതം തന്ത്രിയ രണൈരി ആതുരം ജഗത്. ഓ ആതുരം ജഗത്. ഈ ലോകം ഒരു കാരണം കൊണ്ടെങ്കിൽ വേറൊരു കാരണങ്ങളെ കൊണ്ട് വിഷമിച്ചുകൊണ്ട്, ദുഃഖിച്ചുകൊണ്ട്, അല്ലലനുഭവിച്ചുകൊണ്ട് നെട്ടോട്ടോട് രക്ഷപ്പെടാൻ എന്താ വഴി എന്നറിയാതെ ആതുരമാണ്. അങ്ങനെയുള്ള അവരുടെ ഇടയിലേക്ക് ഈ ദേവർഷി നാരദൻ എത്ര ധന്യൻ. ഹരികീർത്തി, ഹരിയുടെ മഹിമകള്, ഗുണഗണങ്ങള്, നാമം വീണയിൽ പാടിക്കൊണ്ട് പരമാനന്ദലഹരി ആറാടിക്കൊണ്ട് ആ ലോകത്തിനെ മുഴുവനും ആൾക്കാരൊക്കെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ധരിക്കുമല്ലോ. അദ്ദേഹം തന്നെ ധന്യൻ ധന്യൻ ധന്യൻ. എന്നിട്ടാണ് വേദവ്യാസ മഹർഷി ഈ എന്താ പറഞ്ഞത്? വക്രമോ വസുമഹാരോ ഒന്നാന്ന് പറയാം. ഈ അഭ്യാസം മുതലുള്ള ഓരോന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു പുതിയ രീതി ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമാന്യമായി ഭാഗവത്തിൽ പരിചയപ്പെട്ടതിന് ശേഷം ഇപ്രകാരം പിന്നീട് നമുക്ക് മഹാത്മ്യം മുതൽ ഓരോ ശ്ലോകങ്ങളിലേക്ക് പതുക്കെ പ്രവേശിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 സർവത്ര ഗോവിന്ദനാ